അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും
മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ത്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു ഈശോയെ. കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, എൻജിനീയർ അതുപോലെ തന്നെ ഏജൻറ്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തുടരെ കുഞ്ഞുനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് 7 വയസ്സത്തോടെ തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം കറുത്തിരിക്കണുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണേ ഈശോയെ. അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധ രക്തം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും, സുന്ദരികളായി മാറും. കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടോ? പോലീസ് പിടിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഫിലമെൻ്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ലൈറ്റ് മാത്രം ഇട്ട്? ഞങ്ങളുടെ വണ്ടിക്ക് ചില സമയത്ത് ഫിലമെൻ്റ്, പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻ്റ് ഓഫായി പോകും. പിന്നെ വീട് പിടിക്കണ്ടേ, പിന്നെ മുന്നോട്ട് പോകും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത്? ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാറ് സ്ലോ ആവും. പിന്നെ 10-70 കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് 30 കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും. കാരണം ഒരു ലൈറ്റേ ഉള്ളു. അത് കാരണം ഭയങ്കര സ്ലോ വരും. നമ്മൾ ഒരു സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തത്തുള്ളൂ. ആ ഒരു സ്ലോ. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ സ്ലോ ആകാൻ കാരണങ്ങൾ, ഉടമ്പടിക്കും 2 ലൈറ്റുകളുണ്ട്. ഒന്നെന്താണ്, ഹൗ ടു ഡു ഉടമ്പടി എന്ന്, എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത്, അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ലൈറ്റാണത്. കർത്താവ് എപ്പോഴും സംസാരിക്കുന്നതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലല്ലേ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ്? അതുപോലെ ലൈറ്റാണ്. ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടതുപോലെയാണ്. അപ്പോൾ ശിവയാവും, സംശയമില്ല. പല ആൾക്കാരും പറയും ഉടമ്പടി ധ്യാനം 20 മിനിറ്റ്, 2 മണിക്കൂർ. 2 മണിക്കൂറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഉള്ളത്. അത് തന്നെ പല പ്രാവശ്യം കൂടിയാൽ മതി. 5 മിനിറ്റോ 10 മിനിറ്റോ കൂടിയാൽ മതി. അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി. പക്ഷെ അത് മനഃപൂർവ്വം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും. പിന്നെന്ത് ചെയ്യും? 70 കിലോമീറ്റേഴ്സ് പോകേണ്ട ഉടമ്പടി 30 കിലോമീറ്ററിലേക്ക് താഴും. ഇനി വേറെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ സാക്ഷ്യം
പിന്നെയുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ്. ഇപ്പോൾ നമ്മൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ പത്രം കൊടുക്കുന്നു, പ്രഘോഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയും എല്ലാം കിട്ടണ എവിടെ നിന്നാണ്? ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത്. പ്രബോധനങ്ങളാണ് അതെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ, ധ്യാനം ഉൾപ്പെടെ, അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത്. പിന്നെ വരണത് എന്താണ്? സാക്ഷ്യമാണ്. അതും ലൈറ്റാണ്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അനുപേക്ഷണീയമായ അവരവരുടെ സാക്ഷ്യങ്ങളുണ്ട്. ആ സാക്ഷ്യങ്ങൾ തിരഞ്ഞാണ് ആൾക്കാരെ കാണുന്നത്. അപ്പം ഈ സാക്ഷ്യം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല, അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രശ്നമാണ്, അതുപോലെ തന്നെ ഭാഗോടപടി നടക്കണില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ വിസ പ്രോസസ് ചെയ്ത് വരണില്ല, ഇതെല്ലാം ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമല്ല. 5-6 പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന, തമ്മിൽ കണക്ട് ചെയ്ത, ഒന്ന് നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരണത്. അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ 1 by 1 ആയിട്ട് എങ്ങനെയാണ് മാതാവ് ഈ കുരുക്കളെല്ലാം അഴിച്ചഴിച്ച് എടുത്തത്, അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത്. അതുതന്നെയല്ല, ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്. അതാണ് അതൊരു ലൈറ്റാണത്. അപ്പോൾ ഉടമ്പടിക്ക് 2 ലൈറ്റുണ്ട്. ഒന്ന് ധ്യാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ലൈറ്റും, രണ്ടാമത്തത് സാക്ഷ്യത്തിൻ്റെ ലൈറ്റും. അപ്പോൾ ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോഴെന്ത് പറ്റും? സ്ലോ ആയിപ്പോവും. സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈസിലാണ് തന്നെ പരിശുദ്ധ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അമ്മ മാതാവും യേശുവപ്പനും അനുഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അതിനായി അപ്പനോടും അമ്മയോടും ഒരുപാട് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഭദ്ര, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ വരുന്നത് വെഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. 27 ജൂലൈയിലാണ്, കഴിഞ്ഞ ജൂലൈയിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് അതീവമായ ആഗ്രഹമായിരുന്നു. കാരണം മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള അത് നമ്മുടെ കുടുംബത്തിലില്ല. ഉടമ്പടി എടുത്തു, നിയോഗം വെച്ചു. നിയോഗത്തിൽ ജർമ്മൻ ലാംഗ്വേജ് തന്നെയായിരുന്നു. ഇപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അമ്മയോടും അപ്പനോടും അതീവമായി പ്രാർത്ഥിച്ചു. ജർമ്മൻ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം 1 വർഷത്തെ കോഴ്സാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡിംഗ് എന്ന ഒരു കോഴ്സുണ്ട്. അത് സ്റ്റൈഫൻഡോട് കൂടെയാണ് പഠിക്കുന്നത്. അവിടെ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫീസ് അങ്ങോട്ട് കൊടുക്കേണ്ട, അവർ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് തന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നെപ്പോലെ പഠിക്കാൻ കഴിയാത്ത കുറേ കുട്ടികളുണ്ട്, അവരെയൊക്കെ സഹായിക്കണം. പിന്നെ വീട്ടിൽ കടബാധ്യതകളുണ്ട്, ഇതെല്ലാം മാറ്റണം. നമുക്ക് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. ഉടമ്പടി എടുത്തു, അത്രയേ ഉള്ളൂ. ബൈബിള് വായിക്കണം, എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം, എല്ലാം. എന്നിട്ട് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എല്ലാ കാര്യവും പറഞ്ഞു തന്നു. അതുപോലെ ഞങ്ങൾ ചെയ്തു. കുറേ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്, മെയിനായിട്ട് നാട്ടുകാരുടെ ഇടയിൽ നിന്ന്. +2 കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ല. +2 കഴിഞ്ഞ് എന്താ വീട്ടിൽ നിൽക്കുന്നേ, തോറ്റോ, കൂട്ടുകാരുടെ കളിയാക്കൽ, തോറ്റോ, ഇത് തന്നെ മെയിൻ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എനിക്ക് പാസ്സാക്കി കിട്ടുമ്പോൾ ഞാൻ പഠിക്കാൻ പോവും. ജപമാല അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. വയ്യായിരുന്നു, പനി, ശ്വാസം മുട്ടുമായിരുന്നു. പകുതിയിലൊക്കെ വെച്ച് അർത്തുങ്കൽ പള്ളിയിലേക്ക് ആംബുലൻസിൽ കയറി പോകാം എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ടും പോയില്ല. കുറേ നേരം റെസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് ആക്കി. അപ്പോഴ് സിന്ധു ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് വഴി, സിന്ധു ആൻറ്റിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകള് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് നോർക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
അവിടെ ഫീസ് വളരെ കുറവാണ്. അവിടെ BPL കാർഡുകാർക്ക് A1 തൊട്ട് B2 വരെ പഠിക്കാൻ ഫീസ് കൊടുക്കണ്ട. ജപമാല റാലി കഴിഞ്ഞ് വന്ന് 2-3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ളതെല്ലാം ആയി. അങ്ങനെ അതിന് വേണ്ടി അവിടെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോഴേക്കും ആൻറ്റി പറഞ്ഞു രജിസ്റ്റർ ചെയ്തത് പോരാ, അവിടെ പോയി പ്രാർത്ഥിക്കണം, ഉപ്പിട്ട് പ്രാർത്ഥിക്കണം. ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു 2 മാസം ലേറ്റാവും, 2 മാസം കഴിഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, 2 മാസം കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മളവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ അമ്മയ്ക്ക് കോള് വരുന്നു. നോർക്കയിൽ നിന്നാണ്, നാളെ തൊട്ട് ക്ലാസ് തുടങ്ങാണ്, മകൾക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഉച്ചക്കത്തെ ബാച്ചാണെന്നും പറഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തെ ബാച്ചെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ട്രാവൽ ചെയ്ത് വീടെത്തുമ്പോൾ 7-7:30 സംതിങ് ആവും. അപ്പോൾ അമ്മ, ഞാനങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയ്ക്കൊരു വിഷമമായി. അങ്ങനെ ഉടനെ ആൻറ്റിയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയരുത്, അമ്മ മാതാവും യേശുവും തന്ന അനുഗ്രഹം ഒരിക്കലും നിരസിക്കരുത്, പോയി പഠിക്കണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അഡ്മിഷൻ എടുക്കാൻ ക്ലാസ്സിന് പോയി. അപ്പോൾ അടുത്തത് ഫോൺ, ഞാൻ അമ്മയുടെ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ ഫോൺ എന്തായാലും വേണം, ഫോണില്ലാതെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ അമ്മ മാതാവ് എല്ലാത്തിനും ഒരാളെ നിയോഗത്തിൽ വെച്ച് തരും. നമ്മൾ ഒന്നിനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്നാൽ മതി, ബാക്കിയെല്ലാം അമ്മ മാതാവ് ഓരോരുത്തരെയായിട്ട് നിയോഗിച്ച് തരും. ഫോണില്ലാത്തത് എൻ്റെ അപ്പ എനിക്ക് വാങ്ങിച്ചു തന്നു, EMI ഇട്ട്. അപ്പ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സിസ്റ്റർ സന്ധ്യ എന്ന പേര്. അത് അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഫോൺ കിട്ടുന്നു. ക്ലാസ്സിന് 2 മാസം ലേറ്റാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പിറ്റേ ദിവസം വിളിച്ച് പറയുന്നു ക്ലാസ് നാളെ തൊട്ട് സ്റ്റാർട്ടായി. ഒരു ദിവസം പോയി അന്ന് തന്നെ ഫോൺ കിട്ടുന്നു. എല്ലാം ശരിയായി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഇടയ്ക്ക് വെച്ച് ആരും അറിഞ്ഞില്ല 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. മെഴുകുതിരി ഉരുകി തീരുമ്പോൾ അമ്മ ഒരാഴ്ച കഴിഞ്ഞ് അമ്മ എന്നോട് ചോദിച്ചു ഇതെന്തിങ്ങനെ മെഴുകുതിരി തീർന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. കരഞ്ഞു പ്രാർത്ഥിച്ചു. 3 മണിയുടെ ശക്തി ഞാൻ അന്ന് അറിഞ്ഞത്. പിന്നെ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു, ഇപ്പോൾ ഞാൻ ആ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു. എൻ്റെ മാത്രം കഴിവല്ല, അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹവും അമ്മ മാതാവും യേശുവും ഞങ്ങൾക്ക് വേണ്ടി കുറേ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരുടെയും പ്രാർത്ഥന കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നത്. A1 ഇപ്പോൾ ഞാൻ 2 ആഴ്ചയായി. എനിക്ക് ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ വന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചതോ, പക്ഷേ അവർ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ക്ലാസ്സിന് കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഇത്രയും ലേറ്റായത്. ഇപ്പം 2 ആഴ്ചയായിട്ട് ഞാൻ A1 നന്നായി പഠിക്കുന്നു. എന്നെ എല്ലാവരുടെയും പരിഹാസത്തിന് മുമ്പിലും കളിയാക്കലിന് മുമ്പിലും നിന്ന് രക്ഷിച്ച എൻ്റെ അമ്മ മാതാവിനും യേശുപ്പയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. അമ്മയ്ക്ക് കാലിൽ വെരിക്കോസിൻ്റെ സാക്ഷ്യമുണ്ട്, അത് അമ്മ പറയും. എൻ്റെ ഈശോപ്പയ്ക്കും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് എൻ്റെ കാലിൽ വെരിക്കോസ് എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് 1 മാസം ജോലിക്ക് പോയാൽ പിന്നെ 2 മാസം എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞരമ്പ് പൊട്ടി പഴുത്ത് വലിയ വ്രണമാവുമായിരുന്നു. അതും വെച്ച് കെട്ടി ആ അവസ്ഥയിലൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. പിന്നെ ലാസ്റ്റ് ഘട്ടം 1 വർഷം ഏതാണ്ട് ആവാൻ പോകുന്ന ആ അവസ്ഥയിൽ ഞാൻ അതുപോലെ ഇത് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ കിടന്നു. ആശുപത്രിയിൽ പോലും പോകത്തില്ല എന്ന് കരുതി ഞാൻ കിടന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാനിങ്ങനെ കിടക്കുക, 4 മണിക്ക് ഇങ്ങനെ കിടക്കുക. അപ്പോഴത്തേക്ക് കോളിംഗ് ബെല്ലിൽ ഒരു ശബ്ദം കേട്ട് ഞാനിങ്ങനെ കണ്ണ് തുറക്കാതെ ഞാനിങ്ങനെ അകത്ത് കാണുവാണ്. അമ്മ വന്ന് ബെല്ലടിക്കുന്നു. 2 പ്രാവശ്യം ബെല്ലടിച്ചു. ഞാനത് കണ്ടതാണ്. പിറ്റേന്ന് അതുപോലെ ഞാനങ്ങനെ ഒന്ന് മയങ്ങിയപ്പം എൻ്റെ കാല് തറയിൽ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്, നടക്കാനൊന്നും പറ്റത്തില്ല. കാല് പിടിച്ചൊരൊറ്റ വലി, എൻ്റെ കാല് ഞാനങ്ങ് എക്കി തെറിച്ച്
തെറിച്ച് എനിക്ക് മനസ്സിലായി അമ്മ വന്ന് എൻ്റെ കാലിൽ പിടിച്ചതാണെന്ന്. ഞാൻ അന്നൊരു ഭയങ്കര മഴയായിരുന്നു, എൻ്റെ മക്കൾ വീട്ടിലില്ലായിരുന്നു. ഞാൻ ഉറക്ക കരഞ്ഞ്, ആ മഴയത്ത് ആരും കേൾക്കാതെ ഞാൻ ഉറക്ക നിലവിളിച്ച് എൻ്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, സ്വർഗം തുറന്ന് നീ ഇറങ്ങി വന്നേ പറ്റൂ, എനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല, എൻ്റെ കൊച്ചുങ്ങളെ വളർത്താൻ വേറെ വരുമാനമില്ല, ഒന്നുമില്ല, ഞാൻ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പം അന്ന് വൈകുന്നേരം ഈ കൊച്ചാണ് എന്നെ കസേരയിലിട്ട് ഉരുട്ടി കൊണ്ടുവന്ന ബാത്റൂമിൽ വരെ. അങ്ങനെ അന്ന് വൈകുന്നേരത്ത് ഞാൻ കാല് തറയിൽ ചവിട്ടിയപ്പം എനിക്ക് കാലിന് വേദനയില്ല. ഞാൻ തന്നെത്താൻ നടന്ന് എൻ്റെ ബാത്റൂമിൽ പോയി. എൻ്റെ മോളും എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ഒറ്റയ്ക്ക് പോയാന്ന് ചോദിച്ചു. അന്ന് പിറ്റേ ദിവസമായി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാലിലെ മുറിവ്, ആ ചതഭാഗം, നിങ്ങൾക്കറിയാം വെരിക്കോസ് വന്നാൽ കാലിങ്ങനെ ഇരിക്കുമെന്ന്, ആ ഭാഗങ്ങളൊന്നും കാണാനില്ല, പാട കൊണ്ട് മൂടി. ആ പാട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 15 ദിവസം പോലും ഞാൻ മുറിവായിട്ട് കിടന്നില്ല. ഞാൻ പിറ്റേന്ന് തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. പിന്നെ ഇന്ന് വരെ എൻ്റെ കാലിലാ മുറിവ് വന്നിട്ടില്ല. എൻ്റെ ഈശോയും മാതാവ് എന്നെ രക്ഷിച്ച ജീവിതത്തിൽ ഇവിടെ എത്തിച്ചു. ഞാൻ സാക്ഷ്യം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന്, പക്ഷേ ഒറ്റ സാക്ഷ്യം ആയതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. വേറൊരു സാക്ഷ്യം കൂടി ഉള്ളപ്പോൾ പറയാമെന്ന് കരുതി. അതുപോലെ തന്നെ എൻ്റെ മോളെ സാക്ഷ്യം പറഞ്ഞതുപോലെ ഒരുപാട് ആക്ഷേപിച്ചു, എന്നെ ഒരുപാട് പരിഹസിച്ചു. മോളെന്താ തോറ്റിട്ടാണോ നിൽക്കുന്നത്, മോളെ പഠിപ്പിക്കുന്നില്ലേ, ഈ കൂടിയത് മാത്രമേ പഠിക്കാൻ പോകത്തുള്ളൂ, എന്തെല്ലാം ITയിലൊക്കെ എന്തെല്ലാം വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അവൾ പക്ഷേ അതിൽ തന്നെ ഉറച്ചു നിന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ കഴിവില്ലാത്ത രക്ഷകർത്താവ് മക്കളുടെ ശാപമാണെന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ മുന്നിലാണ് എൻ്റെ മാതാവ് എൻ്റെ മോളെ ഇവിടെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. അവർക്കൊക്കെ പറയാനുള്ള സമാധാനമാണ് എൻ്റെ മോൾ ഉടമ്പടി എടുത്ത് ജപമാല റാലിക്ക് പോയപ്പോഴും ശ്വാസം കിട്ടാതെ വഴിയിൽ വീണുപോയി. അരമണിക്കൂറോളം ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ്, രജനി വോളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് പറ ആംബുലൻസിന് എൻ്റെ മോളെ നടത്തണ്ട, ആംബുലൻസ് വിളിച്ച് പൊക്കോന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയോ എൻ്റെ മോളെ മാതാവ് എത്തിച്ച്. അവൾക്ക് പിന്നീട് അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അവൾ ചിരിച്ച് കളിച്ചാണ് തിരിച്ച് വീട്ടിലെത്തിയത്. അത്രത്തോളം അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആക്സിഡൻറ്റ് ഇപ്പോൾ സംഭവിച്ചു. എൻ്റെ മോളും കൂടെ പോയ ബൈക്ക് വേറൊരു വണ്ടിയായിട്ട് ഇടിച്ച്. ആ ഇടിച്ച വണ്ടിയിലുള്ള കൊച്ചിന് സർജറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോള് വീട്ടിൽ പോകുമ്പോൾ അവളെ ബാഗിൽ ബൈബിള് കാണും, കാശുരൂപം കാണും, എല്ലാം കാണും. എൻ്റെ മോൻ്റെ വണ്ടിയുടെ ബാക്കിലിരുന്ന ഒന്ന് തട്ടിയാൽ തെറിച്ച് വീഴണ വണ്ടിയായിരുന്നു. പക്ഷേ വണ്ടി ഇടിച്ചിട്ട് പോലും അവൾ ഈ ബാഗ് ഇങ്ങനെ ചുറ്റി പിടിച്ചുകൊണ്ടേ ഇരുന്ന് അവർക്ക് 2 പേർക്കും ഒരു കുലുക്കം പോലും സംഭവിച്ചിട്ടില്ല. വണ്ടി മാറിയുകയോ വീഴുകയോ ഒന്നും ചെയ്തില്ല. എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വണ്ടി ആരോ പിടിച്ച് നിർത്തി അമ്മ എന്ന്. പക്ഷെ അവർ വീണ് പോയിരുന്നെങ്കിൽ ബസ് വരുന്ന റൂട്ടായിരുന്നു. അങ്ങനെ പോലും എൻ്റെ ഈശോയും മാതാവും എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അവരൊക്കെ കുടുംബങ്ങളെ മാതാവ് ഈശോയും അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നില്ലേ. എൻ്റെ ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ജീവിതത്തിൽ അവസാനം വരെ എൻ്റെ ഈശോൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ആവശ്യങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അപ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അത്രത്തോളം അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ അനാഥാലയത്തിൽ കുറച്ച് അമ്മമാരുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞാൻ അമ്മമാർക്ക് കൊടുത്ത് ഞാനും എൻ്റെ മക്കളും അവിടെ ഇരുന്നാണ് കഴിച്ചത്. മക്കൾ മാത്രമല്ല എൻ്റെ നാത്തൂനും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കഴിച്ച് വീണ്ടും ഞങ്ങൾ അവിടെ സന്ദർശിച്ചു. അവർക്ക് വേണ്ടുന്ന നൈറ്റികളും എൻ്റെ ഫ്രണ്ടുമായിട്ട് പോയൊക്കെ വാങ്ങി കൊടുത്ത് പിന്നെയൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം പത്രം ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകളിലും കടകളിലും ഒക്കെ കൊണ്ടുപോയി പത്രം പ്രേക്ഷിതം ചെയ്യുമായിരുന്നു. എല്ലാത്തിനും എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 113 6 മുതൽ 8 വരെ തിരുവചനങ്ങൾ. കർത്താവ് കുഞ്ഞിന് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കുനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. ഭദ്ര എന്ന ഈ മകളും അമ്മ രജനിയും ഉടമ്പടി ജീവിതത്തിൻ്റെ സുന്ദരമായ വൈകാരികമായ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്.
ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞതാണ് ഈ കുടുംബം. ഒത്തിരി വർഷങ്ങളായില്ല, ഒത്തിരി പുതുക്കലുമായിട്ടില്ല. പക്ഷേ ഉടമ്പടി ജീവിതം എന്തെന്ന് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെയും ഡെയിലി ബ്രീഡിലൂടെയും ആ ഉടമ്പടിയുടെ ജീവിതക്രമത്തെ നന്നായി ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. അതുമാത്രമല്ല, ഇവർക്ക് മുമ്പേ ഉടമ്പടിയെടുത്ത ഒരു വ്യക്തിയിലൂടെ നിരന്തരമായ നിർദ്ദേശങ്ങളും ഉടമ്പടി ജീവിക്കുവാനുള്ള വഴിവെട്ടി കൊടുക്കുന്ന രീതികളും ഒക്കെ ഇവർ ആവർത്തിച്ച് അവരുടെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഉടമ്പടി ഒരു സ്വകാര്യ പ്രാർത്ഥനയല്ല എന്ന് നമുക്കറിയാം. ഉടമ്പടി നമ്മളെ ലോകത്തിലേക്ക് ദൈവത്തിനു വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ അയക്കുന്ന ഒരു ജീവിത രീതിയും ആത്മീയതയുമാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്ത മക്കൾ ഉടമ്പടി എന്തെന്ന് ജീവിച്ച് മനസ്സിലാക്കുമ്പോൾ അതേ ജീവിതക്രമത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവന്ന് ദൈവകൃപയ്ക്ക് വേണ്ടി അവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് ഉടമ്പടി കൂടുതൽ അർത്ഥപൂർണമാവുക, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് മജ്ജയും മാംസവും ഉണ്ടാവുക. മകൾ ഭദ്ര തുടങ്ങി വെച്ച ആ സാക്ഷ്യം വളരെ പ്രത്യേകതയുള്ളതാണ്. മകൾ പറയുന്നുണ്ട്, അധികമൊന്നും പഠിച്ചു പോകുവാൻ സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ട്, എങ്ങനെയെങ്കിലും ഇത്തിരി ഒരു ജോലി കണ്ടെത്തിക്കൊണ്ട് മറ്റനേകരെ തന്നെപ്പോലെ പഠിക്കുവാൻ നിർവാഹമില്ലാത്ത, ദാരിദ്ര്യം കൊണ്ട് ക്ലേശിക്കുന്ന, ജീവിതം പാതുവഴിയിൽ വഴിമുട്ടുന്ന അനേകം മക്കൾക്ക് ഒരു ഉപകാരമാകുവാൻ വേണ്ടി ഒരു ജോലി കണ്ടെത്തണം എന്നൊരാഗ്രഹമാണ് ജർമ്മൻ ഭാഷ തിരഞ്ഞെടുക്കുവാൻ കാരണമായത്. ഈ സാക്ഷ്യപത്രികയിൽ മകൾ എഴുതിയിട്ടുണ്ട്, പലയിടങ്ങളിലും പോയി ജർമ്മൻ പഠിക്കാനായിട്ട് മകൾ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ ഓരോരുത്തരും ഫീസ് പറയുന്നത് കേട്ട് അത് ആകെ അന്തം വിട്ട് ഒരു കാര്യവും നടക്കാതെ മടങ്ങിപ്പോന്നവളാണ്. ഓരോരുത്തരും പറയുന്ന ഫീസുകൾ, അത് വലിയ വലിയ തുക കേൾക്കുമ്പോൾ അതിന് യാതൊരു നിവൃത്തിയും തനിക്കോ കുടുംബത്തിനോ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങിപ്പോരുമ്പോഴും അവൾ ഈ ഒരു ആഗ്രഹത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. ജർമ്മൻ തന്നെ പഠിക്കുമ്പോഴും മറ്റൊന്നിലേക്ക് പോകില്ലെന്ന് അമ്മ മാതാവിൻ്റെ അരികിൽ നിർബന്ധത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് കാണുന്ന വാതിലുകളൊക്കെ എനിക്ക് കടഞ്ഞതാണ്, കയ്യിൽ എനിക്ക് പണമൊന്നുമില്ല, ഈ ഇത്രയും പണം സ്വരൂപിച്ച് പഠിക്കുവാൻ എനിക്ക് വഴിയുമില്ല. പക്ഷേ എങ്കിലും എൻ്റെ അമ്മ മാതാവിന് അസാധ്യമായത് നേടിത്തരുവാൻ കൃപയുണ്ടെന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ നിയോഗത്തെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് മകൾ അതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പറയുന്നത്. യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോഴും ഏറ്റവും ശ്രമകരമായ ശ്രേഷ്ഠമായൊരു പഠന മേഖലയിലേക്ക് ഒരു ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി മകൾ നടത്തിയ വിശ്വാസത്തിൻ്റെ സാഹസികമായ ഒരു യാത്രയാണിത്. അമ്മയും മോളും ഒരുപോലെ പറഞ്ഞു, ഒത്തിരി പേർ കുറ്റപ്പെടുത്തി, ഒത്തിരി പേർ ഇകഴ്ത്തി, എന്താ പഠിക്കാതെ വെറുതെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് പല രീതിയിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിന് കൊടുത്തു. അപ്പോഴും ആരോടും പരാതിപ്പെടാതെ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ നിയോഗം കൊടുക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റുള്ളവർ വഴിയാണ് അറിയുന്നത് നോർക്ക വഴി പഠിക്കുവാൻ സൗകര്യമുണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് BPL ആണെങ്കിൽ പണമൊന്നും മുടക്കണ്ടെന്ന്. 2 മാസം കാത്തിരിക്കണമെന്ന് പറയുമ്പോഴും ആ ഒരു സഹോദരിയുടെ നിർദ്ദേശപ്രകാരം ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തിരികെ പോരുമ്പോൾ അടുത്ത ദിവസം വിളിച്ച് ക്ലാസ് തുടങ്ങുന്ന കാര്യം അറിയുകയാണ്. മകളെ പ്രവേശനം കിട്ടിയ സന്തോഷത്തിലാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. തൻ്റെ കുടുംബം, തൻ്റെ ജീവിതം, തൻ്റെ മുന്നോട്ടുള്ള ഭാവി അതെല്ലാം ഇരുട്ടായിരുന്നപ്പോൾ, ഒരു പ്രതീക്ഷയുമില്ലാതിരുന്നപ്പോൾ ഉടമ്പടിയെടുത്ത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത നിയോഗം അമ്മ മാതാവ് അച്ചിട്ടതുപോലെ എൻ്റെ ജീവിതത്തെ ആ ഇടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുന്ന വഴികളിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയെന്ന് മകൾ പറയുന്നുണ്ട്. ശാരീരികമായ വയ്യായികയിൽ തന്നെയാണ് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തത്. പാതി ദൂരം പോയി ബാക്കി ആംബുലൻസിലെങ്കിലും കയറാമെന്ന് കരുതി വന്നവൾ, അമ്മയും അത് സൂചിപ്പിച്ചു, ഏറെ ശാരീരികമായി തളർന്നുവെങ്കിലും സന്തോഷത്തോടെ ആ പ്രാർത്ഥന ചൊല്ലി റാലി പൂർത്തിയാക്കുകയും ജപമാല റാലി പൂർത്തിയാക്കിയതിൻ്റെ അടുത്ത ദിവസം മുതലാണ് അനുഗ്രഹത്തിൻ്റെ ഈ തുടക്കം മകളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളുടെ അച്ഛൻ പറയുന്നത്, നിങ്ങൾ വിശേഷബുദ്ധിയായി എന്ത് ചെയ്യുന്നു, ത്യാഗത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് എത്രത്തോളം ആഴമുണ്ട്, വിശ്വസ്തതയുടെ ഈടുവയ്പുണ്ട്. നിങ്ങൾ കണ്ണുകളിലൊന്നും പ്രതീക്ഷ കാണാത്തപ്പോഴും ആത്മാവിൽ ദൈവത്തിന് ശരണപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു തെളിമ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉള്ളപ്പോഴാണ് ഉടമ്പടി നമുക്ക് കത്തിക്കൊണ്ടിരിക്കുക. സഹോദരി പറഞ്ഞു, ആ സഹോദരിക്കുണ്ടായ ഈ വെരിക്കോസിസ് വെയിൻ്റെ രോഗക്ലേശങ്ങളെക്കുറിച്ച്
അത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും നടക്കുവാൻ പ്രയാസമാക്കുകയും കാലിൽ വലിയ വ്രണം നൽകുകയും ഒക്കെ ചെയ്ത ക്ലേശങ്ങളെയാണ് സൂചിപ്പിച്ചത്. എന്നാൽ ഉടമ്പടി കാലത്തിലേക്ക് ജീവിച്ചു തുടങ്ങുമ്പോൾ, ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് തന്നെ മകൾക്ക് സ്വപ്നത്തിലെത്തി കാല് വലിച്ചു കുടഞ്ഞ് ഒരു പാടുപോലും ഇല്ലാത്ത വിധത്തിൽ ആ രോഗക്ലേശത്തിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അത്ഭുതകരമായ ഒരു അപകടത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തി. മക്കൾ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഏത് തരത്തിലും ജീവിതം തന്നെ തീർന്നു പോകാവുന്ന സാഹചര്യത്തിൽ നിന്നും പോറൽ പോലും ഏൽപ്പിക്കാതെ അമ്മ മാതാവ് കാത്തുകൊണ്ടുവന്ന് പറയുമ്പോൾ ചേർത്ത് പറയുന്നുണ്ട്, എപ്പോഴും അവളുടെ കൂടെ ബൈബിൾ കാണും, അവളുടെ കയ്യിൽ കാശുരൂപം കാണും. നമുക്ക് ഉടമ്പടി ജീവിതം തുടങ്ങുമ്പോൾ ദൈവികമായ സംരക്ഷണങ്ങൾ നമുക്ക് അടയാളങ്ങളായി ജീവിതത്തിൽ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അവയെ നാം എങ്ങനെയാണ് മതിപ്പോടുകൂടി കാണുക, അംഗീകരിച്ചുകൊണ്ട് സ്നേഹിക്കുക, അവയിൽ നിന്ന് ശക്തി തക്ക സമയത്ത് കിട്ടും എന്ന പ്രത്യാശയോടുകൂടി അവയെ കൊണ്ടു നടക്കുവാൻ നാം തയ്യാറാവുക. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ജീവിതത്തിന് വലിയ അനുഗ്രഹങ്ങൾ കൈമാറുവാൻ ദൈവശക്തി അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ, അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഇത്രയും നാളുള്ള കൃപയുടെ ബലത്തിൽ നമുക്ക് ആശീർവദിച്ച് കൈമാറുന്നതാണ്. അതുകൊണ്ട് നാം ഒരു നേർച്ച വസ്തു വിശ്വാസത്തോടെ അനുഗ്രഹത്തിന് കാരണമാകും എന്ന് കരുതി നാം സൂക്ഷിക്കുന്നുവെങ്കിൽ, ഉപയോഗിക്കുന്നുവെങ്കിൽ, ഉള്ളിൽ ആഹരിക്കുന്നുവെങ്കിൽ അത് നമുക്ക് അനുഗ്രഹം തന്നെയായിരിക്കും. അതോടൊപ്പം ഏറ്റവും നിഷ്കളങ്കമായ മനസ്സോടെ മറ്റൊത്തിരി ആലോചനകളില്ലാതെ ഒരു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്താൽ കണ്ണുകൾ കൊണ്ട് അത്ഭുതങ്ങൾ കാണും. ഈ മക്കൾ അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് 2, 3, 4 മാസമായി അവർ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ വാക്കുകളിൽ ഓരോ വാക്കിലും എത്ര കണ്ട് അമ്മയോടുള്ള സ്നേഹം, ഈശോയിലുള്ള ആശ്രയത്വം, പ്രാർത്ഥിച്ചാലത് അനുഗ്രഹമാകുമെന്ന ബോധ്യം, അത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അനുഭവിച്ച് മുന്നേറുന്നതിൻ്റെ ആത്മബലം, അതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ച് തരുന്നത്. അനുഗ്രഹം ഉറപ്പാണ്. ഉടമ്പടിയിൽ ആത്മാർത്ഥതയോടെ ജീവിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ആ ക്ലേശ സമയത്ത് ഉടമ്പടി നമുക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് അൽഫോൺസ. ഞാൻ മാരാരിക്കുളം സെൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ മാർച്ചിലായിരുന്നു എൻ്റെ എക്സാം. ഞാൻ ലാസ്റ്റ് ഇയർ ആയിരുന്നു. ലാസ്റ്റ് ഇയറിൽ എനിക്ക് സബ്ജക്റ്റ് ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. OBG എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഗൈനക്കോളജി ആൻഡ് ഒബ്ജസ്ട്രീഷൻ. അതെനിക്ക് എന്നെക്കൊണ്ട് പഠിക്കാനേ പറ്റുന്നില്ല. ഞാൻ പഠിക്കും, പക്ഷേ എല്ലാം ഞാൻ മറന്നുപോകും. പിന്നെയും ഞാൻ പഠിക്കും, ഞാൻ മറന്നുപോകും. ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ 4th ഇയർ എല്ലാ സബ്ജക്റ്റും. പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഓർക്കും, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാകത്തില്ല. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ എനിക്കൊരു പത്രം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ച ടോപ്പിക്ക് മാത്രം എഴുതി പഠിച്ചിട്ട് അത് അതിൻ്റെ അകത്ത് കയറ്റി ഞാൻ വെക്കുമായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് ഞാൻ കുരിശ് വരച്ചിട്ട്, മാതാവ് ഇനി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണേ, എനിക്ക് രണ്ടാമത് ഇനി പഠിക്കാൻ പറ്റില്ല, കുറേ ടോപ്പിക്കുണ്ട്, എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. ഞാൻ അങ്ങനെ അതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് പ്രാർത്ഥിച്ച് പേപ്പറിൻ്റെ അകത്ത് വെച്ചാണ് ഇരുന്നത്. അങ്ങനെ പരീക്ഷയുടെ സമയം വന്ന് അപ്പം ഞങ്ങൾ റൂമിൽ 4 പേരാണ്. അപ്പം ഞങ്ങൾ 4 പേരും മാതാവിൻ്റെ ഒരുവണ്ണായിട്ട് കുരിശ് വരച്ച് കാശുരൂപവും ഉടമ്പടി തൈലവും ആയിട്ടാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പരീക്ഷ പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനാണ് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സാക്ഷ്യം കണ്ടു. ഒരു ചേട്ടൻ്റെ നേഴ്സിംഗിന് പഠിച്ച് തന്നെ പരീക്ഷയുടെ സമയത്ത് മാതാവിൻ്റെ ഉപ്പൊക്കെ ഉപയോഗിച്ച് പരീക്ഷ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, എടി നമുക്കും അങ്ങനെയൊക്കെ തന്നെ പോകാം. അങ്ങനെ പോക്കറ്റിൽ ഞങ്ങൾ ഉപ്പും അതിനെ തൈലവും ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ച് പോക്കറ്റിൽ ഉപ്പിട്ടുണ്ടാ പോയത്. അങ്ങനെ പരീക്ഷ ഹോളിൽ ചെന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ മാതാവിൻ്റെ ഉപ്പ് വിതറി കുറച്ച് പോക്കറ്റിൽ ഇട്ടുണ്ടായിരുന്നു പരീക്ഷ പേപ്പറിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയുന്നില്ല. 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയാവുന്നതുള്ളൂ. എൻ്റെ മനസ്സിലേക്ക് നിൽക്കാൻ എനിക്ക് കൈയും കാലൊക്കെ വിറക്കാൻ തുടങ്ങി. കാര്യം എന്ത് എഴുതി വെക്കും, ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മാതാവിനോട്, മാതാവ് എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ എന്ത് എഴുതി വെക്കും, എനിക്ക് ഈ വർഷം ജയിച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം അവസാന വർഷമാണ്, ജയിച്ചില്ലെങ്കിൽ ജോലിക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്കതൊന്നും വരുത്തല്ലേ മാതാവ്, എങ്ങനെയെങ്കിലും ഒന്നും ജയിപ്പിക്കണേന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. എനിക്ക്
എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് എന്ത് എഴുതണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് അവസാനം ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ മാതാവിൻ്റെ കാശുരൂപ ഉപയോഗിച്ച് കുരിശ് വരച്ച് ഉപ്പ് വിതറി ഞാൻ പേപ്പർ കൊടുത്ത്. അങ്ങനെ തന്നെ എല്ലാ പരീക്ഷയും ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞ ജൂൺ 16-ാം തീയതി എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ മാതാവിനോട് ജസ്റ്റ് പാസ്, വേറെ ഒന്നും വേണ്ട മാതാവ്, എന്നെ ഒന്ന് ജയിപ്പിച്ചാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. കാര്യം എനിക്ക് ജയിച്ചാൽ മാത്രമേ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യും. എനിക്ക് ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് മുഴുവനും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച മാതാവ് എനിക്കൊന്ന് ജസ്റ്റ് പാസ് തന്നാൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഇന്ന് ജയിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് മാതാവ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നാൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചത് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം എനിക്കറിയാം എൻ്റെ കഴിവ് എന്തുമാത്രം ഉണ്ടെന്ന്. പഠിച്ചാൽ മറന്നുകൊണ്ട് എനിക്ക് ഉറപ്പാണ് പേപ്പർ നോക്കിയത് മാതാവ് തന്നെയാണ്. കാര്യം ഞാൻ അതിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ഫസ്റ്റ് എന്തൊക്കെ വെച്ച് നോക്കിയാലും ഒരു വിഷയമെങ്കിലും എനിക്ക് പോകണ്ട. കാര്യം ഞാൻ ആദ്യത്തെ പരീക്ഷ ഒട്ടും ഞാൻ എഴുതിയിട്ടില്ല നല്ലപോലെ. അതെനിക്ക് ഉറപ്പാണ് എനിക്ക് മാതാവ് തന്നതാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നത് ആന്ധ്രയിലാണ്. അപ്പോൾ അവിടെ 3,70,000 രൂപയാണ് എനിക്ക് ഫീസ്. ഞാൻ 50,000 രൂപ അടച്ചിട്ടുള്ളൂ. അങ്ങനെ എപ്പോഴും ഫീസ് അടക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കത്തൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഫീസ് അടക്കാതെ ഹോൾ ടിക്കറ്റ് തരത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് എൻ്റെ അപ്പ മത്സ്യത്തൊഴിലാളിയാണ്, അമ്മ മീൻ കച്ചവടമൊക്കെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് അത് ഒട്ടും 3 ലക്ഷം രൂപയൊന്നും പെട്ടെന്ന് അടക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ ആകെയുള്ളത് ഞങ്ങളുടെ വീട്ടിലെ പ്രമാണം മാത്രമാണ്. അപ്പം ഞാൻ വേറൊന്നും നോക്കിയില്ല. അമ്മച്ചിയോട് ഞാൻ പ്രമാണം പണയം വെച്ച് അമ്മച്ചി പറഞ്ഞ് പ്രമാണം പണയം വെക്കാം. പക്ഷെ പ്രമാണം പണയം വെച്ച ബാങ്കുമായിട്ട് നമുക്കറിയാം കുറേ താമസം ഉണ്ടാവും. എനിക്കത് ഒട്ടും പെട്ടെന്നൊന്നും കിട്ടത്തില്ല, കാര്യം ഫീസ് അടക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കാലതാമസം ഉണ്ടാവും, മാക്സിമം പോയ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസമെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് അടക്കാനുള്ളതാണ്, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് അനുവദിച്ച് തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കാശ് രൂപവും ഉപ്പും കൊണ്ടാണ് മാനേജറിൻ്റെ റൂമിൽ കയറിയത്. അന്ന് ഞാൻ അവിടെ വിതറി, മാതാവേ എനിക്ക് 15-ാം തീയതി, അന്നൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു, മാതാവേ 15-ാം തീയതിക്ക് മുമ്പ് എന്നെ അവിടെ ബാങ്കിൽ നിന്ന് വിളിക്കണേന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ കോളേജിലായിരുന്നു. എന്നെ 15-ാം തീയതി എന്നെ വിളിച്ച്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഞാൻ ആദ്യം നമ്പർ എടുത്തില്ല, ഞാൻ ഉറക്കമായിരുന്നു. നമ്പർ ആയതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. പിന്നെ അവരെന്നെ വിളിച്ച് ഞാൻ എടുത്ത് ബാങ്കിൽ നിന്നാണ് നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഡേറ്റ് പോലും ഞാൻ നോക്കിയില്ല. അപ്പം ഞാൻ ഉടനെ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ച് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു ഇന്ന് എത്രാം തീയതി അടിയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞാൽ 2-3 മാസമൊക്കെ ആവുമല്ലെന്നല്ലേ. ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് 15-ാം തീയതിയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് 15-ാം തീയതി തന്നെ ലോൺ സാങ്ഷൻ ആക്കി തന്നെയെന്ന്. അങ്ങനെ അവർ പറഞ്ഞു ഉടനെ തന്നെ വന്നുവെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് 3 ലക്ഷം രൂപ എനിക്ക് ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ കയറി. ഞാൻ ഫീസ് അടച്ച് എനിക്ക് സർട്ടിഫിക്കറ്റ് ഹോൾ ടിക്കറ്റും കിട്ടി. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പാസ്സായിട്ട് ഞാനൊരു ജോലിക്ക് കയറി. ഞാൻ ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. പക്ഷേ എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് ഹിന്ദി എനിക്ക് അത്ര ഫ്ലുവൻ്റ് അല്ല. അവിടുത്തെ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഹിന്ദിക്കാരാണ് കൂടുതലും. പിന്നെ ചെല്ലുന്നതേ ഉള്ളൂ, ഫ്രഷറാണ്, അധികമൊന്നും അറിയത്തില്ല. അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് നൈറ്റൊക്കെ ഇട്ട്, ഞാനായിരുന്നു റൂമിൽ ഫസ്റ്റ് നൈറ്റൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് നൈറ്റൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ആരുമില്ല, അധികം ഒന്നും അറിയത്തില്ല. എനിക്ക് ടെൻഷനായി. എനിക്ക് പേഷ്യൻസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് അവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതില്ല. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് അതുപോലെ അവരുടെ ഭാഷയിൽ പറയാൻ പറ്റുന്നില്ല. അവരെന്നോട് ചൂടാനൊക്കെ തുടങ്ങി. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ അവിടെ നിന്ന് കരച്ചിലായി. എപ്പോഴും എൻ്റെ പോക്കറ്റ് കാശ് രൂപ ഉണ്ടാവും, എപ്പോഴും എൻ്റെ കൊന്തയിൽ കാശ് രൂപ. അതുമായിട്ട് ഞാൻ എപ്പോഴും പോകണം. എവിടെ പോയാലും എവിടെ ചെറിയൊരു സ്ഥലത്ത് പോകണമെങ്കിൽ പോലും എനിക്ക് എപ്പോഴും കാശ് രൂപ ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പം ഞാൻ പോക്കറ്റിൽ നിന്ന് കാശ് രൂപ എടുത്ത് മുറുക്കി പിടിച്ച് ഞാൻ കരഞ്ഞു, മാതാവ് എനിക്ക് പറ്റുന്നില്ല ഈ ഹോസ്പിറ്റലിൽ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തന്നെയെന്ന് പറഞ്ഞ്. അടുത്ത ആഴ്ച അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഡെങ്കിപ്പനി അടിച്ച്. അപ്പോൾ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പോൾ 4 പേരും ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ 4 പേര് 2 പേര് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാനൊരു കൂട്ടുകാരത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. പക്ഷേ എല്ലായിടത്തും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എവിടെയും കയറാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് 3 മാസം പിടിക്കും കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ എല്ലായിടത്തും തിരക്കിയിട്ട് പറഞ്ഞ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല, എന്തൊക്കെ വന്നാലും രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കോയമ്പത്തൂർ ഹോസ്പിറ്റൽ വിളിച്ച് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അവൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അതെന്നെ ശരിക്കും അങ്ങനെയല്ല, ഒറ്റപ്പെട്ടു പോയെന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറേ ഹോസ്പിറ്റൽ വിളിച്ചിട്ട് ഒന്നും വേക്കൻസി ഇല്ല, ഫ്രഷേഴ്സിനെ വേണ്ട, എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ
പിന്നെ പള്ളി പോകാൻ തുടങ്ങി. ഞാൻ പള്ളി പോകാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും കാണാൻ ചോദിക്കാൻ തുടങ്ങി, എന്താ ജോലിക്ക് കയറുന്നില്ല, ഒന്നും ആയില്ലേ? ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ കയറത്തുള്ളൂ. കണ്ടവർ തന്നെ പിന്നെയും ചോദിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ്, ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും കയറി ജോലിക്ക്, ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ജോലിക്ക് കയറാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവ്, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഇങ്ങനെ. അപ്പം അമ്മച്ചോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം അമ്മച്ച പറഞ്ഞേടി, മാതാവ് നിനക്കെന്തോ നല്ലത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര കാലതാമസം എന്ന് പറഞ്ഞു. നീ എന്തായാലും കൃപാസനത്തിൽ പോയി പത്രമൊക്കെ മടക്ക്, നീ ഒന്നും ഇത്ര വരെ ഞാൻ കോളേജിലായതുകൊണ്ട് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം അമ്മച്ച പറഞ്ഞു, പത്രം പോയി മടക്ക്, പറ്റണ ദിവസമൊക്കെ പത്രം പോയി മടക്കുന്നത്. അങ്ങനെ ഞാൻ പത്രമൊക്കെ മടക്കാൻ വേണ്ടി വന്നു. പിന്നെ ഇതുപോലെ ഒരു കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചിറക്കി, അവിടെ പോയി അറ്റൻഡ് ചെയ്ത്, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറ്റുന്നില്ല. മാതാവി, ഞാൻ എവിടെ ചെന്നാലും എന്നെ റിജക്റ്റ് അടിക്കുകയാണല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കണം, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ. ഞാൻ കുറേ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന്. അങ്ങനെ ഇവിടെ ഞാൻ മാതാവിനെ ഉമ്മയിച്ച്, മാതാവി ഞാൻ ഏത് ഹോസ്പിറ്റലിൽ പോകണം, നാട്ടിൽ നിൽക്കണം, അതോ ഞാൻ പുറത്ത് പോകണം, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പോകണം. എനിക്ക് കോയമ്പത്തൂർ ഇഷ്ടമാണ്, കാര്യം എനിക്ക് തമിഴൊക്കെ കുറച്ചൊക്കെ അറിയാം, എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ ഓർത്ത് മാതാവിനോട് ചോദിക്കുക, എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാര്യം പലരും എന്നോട് പറയണം അവിടെ നല്ലതാണ് ഇവിടെ നല്ലതാണെന്ന്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് തീരുമാനം എടുക്കാനോ എനിക്ക് പറഞ്ഞു തരാനോ എനിക്ക് ആരുമില്ല, എനിക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ല. എനിക്ക് കുറച്ച് പേര് പറയും നല്ലത് മുംബൈയിലാണ്, കുറച്ച് പേര് പറയണത് നാട്ടിലാണ്. പക്ഷെ എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നെ, ഞാൻ എവിടെയാണ് പോകേണ്ടതെങ്കിലും എനിക്ക് കാണിച്ചതാണ്, വേറെ ഒന്നും എനിക്ക് കാണിച്ചു തരേണ്ട, എനിക്ക് ഏത് സ്ഥലത്താണ് നിൽക്കേണ്ടതെന്നും പറഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോട്ടിട്ട് മാതാവിന് മുമ്പിരുന്ന് ഞാൻ എഴുതി ലോട്ടിട്ട് 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്. അതിൽ എനിക്ക് കിട്ടിയത് കോയമ്പത്തൂർ ഹോസ്പിറ്റലാണ്. ഞാൻ പറഞ്ഞു, മാതാവേ, നിൻ്റെ ആഗ്രഹമാണെങ്കിൽ ഉറപ്പാണ്, ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലാണ് നീ എനിക്ക് തന്ന, ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. കോയമ്പത്തൂർ എല്ലാ ഹോസ്പിറ്റലും ഞാൻ വിളിച്ചിട്ടുള്ളതാണ്. കാര്യം പണ്ട് ഞാൻ നേരത്തെ പോയപ്പോഴും തൊട്ട് എല്ലാവരും വിളിക്കണം, അപ്പോൾ അവിടെ എല്ലാവർക്കും വേക്കൻസി ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥനയൊക്കെ ചൊല്ലി വിളിച്ച് ഞാൻ എല്ലാ ഹോസ്പിറ്റലും നിരത്തി പിടിച്ച് കുറേ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ CV വാട്സപ്പിലോട്ട് അയക്ക്, വേക്കൻസി ഉണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ഹോസ്പിറ്റലിലോട്ട് ഞാൻ CV അയച്ച്. പക്ഷേ എനിക്ക് വാട്സപ്പിൽ നിന്ന് ഒരെണ്ണത്തിന് മാത്രമേ എനിക്ക് റിപ്ലൈ തിരിച്ച് വന്നുള്ളൂ, നീ എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറ് ഞാൻ ലോങ് ആണ്, കേരളത്തിലാണ് വീട്, എനിക്ക് സാറൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സാറെന്നെ വിളിച്ച്, നീ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നാ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല, നീ വന്ന് ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. സാറിന് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ 15-ാം തീയതി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 14-ാം തീയതി ഇവിടെ ആരാധനയും കൂടി, ഞാൻ രാത്രി അച്ഛൻ്റെ ആരാധനയും കൂടി ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് എനിക്ക് തന്നെ നീ തന്ന ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ്, ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് അവിടെ കിട്ടിയേക്കണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി. 15-ാം തീയതി ചെന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നാണ് ഓർത്ത് ഞാൻ ചെന്നത്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ പേപ്പർ എൻ്റെ കൈ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് ഞാനൊന്നും പഠിച്ചിട്ടില്ല, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് ഓർത്ത്. അപ്പോൾ HR പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബൈബിളുണ്ട്, പോക്കറ്റ് ബൈബിൾ, അപ്പോൾ ഞാൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. കാര്യം ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് നോക്കിയിട്ടാണെങ്കിൽ ടെൻഷൻ കൊണ്ട് വരാം. ഞാൻ പറഞ്ഞു, ഞാനൊന്നും നോക്കുന്നില്ല, ഞാൻ ബൈബിൾ വായിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് HR വന്ന് ഇൻ്റർവ്യൂ പേപ്പർ എന്നിട്ട് പറഞ്ഞ് സൂപ്രണ്ടിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, ഒരു മലയാളിയായിരുന്നു സൂപ്രണ്ട്. എൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല, എന്താ ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നാട്ടിൽ സാലറി ഒന്നുമില്ല, കേരള രജിസ്ട്രേഷനൊന്നും അപ്ലൈ ആയിട്ടില്ല, പിന്നെ എനിക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ച് തീർക്കണം, എനിക്ക് അവിടുത്തെ സാലറി കൊണ്ടൊന്നും ആകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച്, എവിടെയാണ് കേരളത്തിൽ വീട്? ഞാൻ പറഞ്ഞു, ആലപ്പുഴയിലാണെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച്, എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഈ മാസം തന്നെ വന്ന് ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇത് പ്രശ്നവും ഇല്ലാതെ അവരെനിക്ക് അപ്പം തന്നെ എഴുതി തന്ന്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് തന്ന്. എന്നിട്ട് പറഞ്ഞു, HR പോയി കണ്ടോളാൻ പറഞ്ഞു. എന്നിട്ട് HR എന്നോട് ചോദിച്ചു, എന്ന് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ 26-ാം തീയതി ജോയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാസം 26-ാം തീയതി ഞാൻ ജോലിക്ക് കയറുവാണ്. എനിക്ക് അമ്മ മാതാവ് വിഷയം തന്ന നന്ദിക്ക് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് പത്രം അടക്കുമായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ അന്ന് ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ തമിഴ് പത്രമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ എനിക്ക് എൻ്റെ പോക്കറ്റ് മണിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു തുക ഞാൻ രോഗികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും, പണ്ട് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് അത്ര ഇഷ്ടമല്ലായിരുന്നു, എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എപ്പോഴൊന്നും ഞാൻ പോകത്തില്ലായിരുന്നു, ഞായറാഴ്ച പാട് മാത്രമേ ഞാൻ പോകത്തുള്ളായിരുന്നു. പിന്നെ ഇപ്പം നാട്ടിൽ വന്ന തൊട്ടും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു ദിവസം പോലും ഇങ്ങനെ ടെൻഷനാണ്, കർത്താവ് ഇനി എന്തായിരിക്കും എന്നോർത്ത് ടെൻഷനാണ്. പിന്നെ മാസത്തിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്.
പിന്നെ എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കണം. ഫോൺ എടുക്കും ഞാൻ, പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ബൈബിളിൻ്റെ വചനമായിരിക്കും ഫോണിൽ കൂടുതൽ വരുന്നത്. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ ചീത്ത വാക്കുകളൊക്കെ പറയുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല. നല്ലതൊക്കെ ഞാൻ എല്ലാവരോടും നല്ലവരുടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുള്ളൂ. അങ്ങനെ അമ്മ മാതാവ് തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 107:13. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അൽഫോൻസ എന്ന ഈ മകൾ തൻ്റെ പഠനകാലത്തെ ദൈന്യതകൾ, ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലമുണ്ടാകുന്ന കഷ്ടതകൾ, അതൊക്കെയാണ് തൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവെച്ചത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് 4-ാം വർഷം നഴ്സിംഗ് പരീക്ഷ പഠിക്കുമ്പോൾ ഓരോ വിഷയവും മറന്നു പോവുകയായിരുന്നു. പഠിക്കുന്നതൊക്കെ ആ അല്പസമയം കഴിയുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവാത്ത വിധം ആദ്യം കാണുന്നത് പോലെ ഏറെ ക്ലേശം തൻ്റെ പഠന മേഖലയിൽ സംഭവിച്ചിരുന്നു. അമ്മ മാതാവിൻ്റെ അരികിൽ ഓരോ നിയോഗമായി സമർപ്പിക്കുകയും പഠിച്ചത് മുഴുവനും അത് എഴുതിക്കൊണ്ട് കൃപാസനം പത്രത്തോട് ചേർത്ത് വയ്ക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ ഉപ്പിട്ട കുരിശടയാളം വരച്ച് അമ്മ ഇതിൻ്റെ ഓർമ്മയിൽ തക്ക സമയത്ത് തിരികെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകൾ തൻ്റെ ആ 4-ാം വർഷ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രത്യേകിച്ച് ഏറ്റവും ക്ലേശകരമായ OBG ആ പരീക്ഷകൾക്ക് വേണ്ടി മകൾ തയ്യാറെടുത്തതാണ് നമ്മളോട് സൂചിപ്പിച്ചത്. അതോടൊപ്പം മകൾ സൂചിപ്പിച്ചതാണ് അവിടെ അടയ്ക്കേണ്ടിയിരുന്ന 3 ലക്ഷം രൂപയുടെ പൈസയുടെ കാര്യം, ഫീസിൻ്റെ കാര്യം. അത് ആ സമയം അടക്കാൻ യാതൊരു നിർവാഹവുമില്ല. വീട്ടിൽ യാതൊരു സാമ്പത്തിക സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോഴാണ് എങ്കിൽ അത് ലോൺ എടുക്കാമെന്ന് കരുതി ആ വിഷയത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ബാങ്ക് ഒത്തിരി തടസ്സങ്ങൾ പറയുകയും താമസം പറയുകയും 2 മാസത്തിലധികം കാത്തിരിക്കാൻ പറയുമ്പോഴും മകളെ വിശ്വാസത്തോടെ ഉപ്പിട്ടവിടെ പ്രാർത്ഥിച്ച് തിരികെ പോവുകയും അമ്മയുടെ കരങ്ങളിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. 15-ാം തീയതിക്കുള്ളിൽ ഈ നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തരണമെന്ന് മകളെ സൂചിപ്പിച്ചത്. അതേ ദിവസം ബാങ്കിൽ നിന്ന് വിളിക്കുകയും തൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുകയും ചെയ്തുവെന്നാണ്. ഉടമ്പടിയുടെ പ്രത്യേകത ഏതാണ്? ഉടമ്പടി ഒരാൾ പൂർണ്ണമായി മറ്റൊരു ആശ്രയമില്ലാതെ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയം കൊടുത്താൽ ആ കൊടുത്ത വിഷയങ്ങൾക്ക് മേൽ അമ്മ മാതാവ് പരിഹാരം നൽകും. ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മളൊരു നിയോഗം അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടേതായ ഒത്തിരി കുറുക്ക് വഴികൾ തേടാറുണ്ട്, മറ്റു സാധ്യതകൾ തേടാറുണ്ട്. ഈ മറ്റ് സാധ്യതകൾ കൗശലത്തിലും നമ്മൾ തന്നെ രഹസ്യമായും അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത നിയോഗത്തെ അമ്മ സാധിച്ചു തരുമോ, ഈശോ അനുഗ്രഹിച്ചു തരുമോ എന്ന സംശയം നമ്മൾ അതിനോടൊപ്പം വയ്ക്കുന്നുണ്ട്. സംശയമുള്ള ഒരു വിശ്വാസവും അനുഗ്രഹിക്കപ്പെടത്തില്ല. സംശയത്തോടു കൂടിയും കിട്ടിയാൽ കിട്ടിയെന്ന മനസ്സോടുകൂടിയും വയ്ക്കുന്ന ഒരു നിയോഗത്തിനും ഫലമുണ്ടാവുകയില്ല. കാരണം ആരാണോ പൂർണ്ണമായും ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുക്കുക, ആ വിഷയങ്ങളുടെ മേലാണ് എപ്പോഴും വലിയ അനുഗ്രഹങ്ങൾ അപ്രതീക്ഷിതമായും ആഗ്രഹിച്ചതിനപ്പുറവും അമ്മ മാതാവിലൂടെ ഈശോ നൽകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മകളുടെ സാക്ഷ്യം ആദ്യ അവസാനം മുഴുവൻ നമ്മൾ അതാണ് കേൾക്കുന്നത്. ഏറെ ഭാരമുള്ളൊരു മകള്, ഏറെ ദോഷകരമായ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ സാഹചര്യമുള്ളൊരു കുടുംബം, ഏറെ സാധ്യതകൾ കുറവുള്ള, അന്വേഷിച്ചാൽ പോലും മകൾ തന്നെ പറഞ്ഞു, എവിടെ ചെന്നാലും മകളെ മാത്രം റിജക്റ്റ് ചെയ്യുന്നു, എവിടെ ചെന്നാലും അവരുടെ ആപ്ലിക്കേഷൻ മാത്രം റിജക്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത പുതിയ വർഷത്തെ കുട്ടികൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ താൻ ഇത്ര നാളും എന്തുകൊണ്ട് ജോലി എടുത്തില്ലെന്നുള്ള ചോദ്യവും പറച്ചിലും അത് തനിക്ക് കൂടുതൽ തൻ്റെ മുന്നോട്ടുള്ള യാത്രയെ ദുഷ്കരമാക്കുമെന്നും മകൾ തിരിച്ചറിയുന്നുണ്ട്. അതാ മകൾ പറയുന്നത്, എൻ്റെ എല്ലാ സാധ്യതകളും ഡാർക്കായിരുന്നു. ഞാൻ പലപ്പോഴും അവഗണനകൾ നേരിട്ട മകളാണ്. ഞാൻ കണ്ണീര് കൊണ്ട് അമ്മയുടെ അരികിൽ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് എന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കുമ്പോൾ ദേഷ്യത്തിന് ശാന്തതയിലേക്ക് എൻ്റെ സ്വഭാവത്തെ മാറി. ഞായറാഴ്ച കുർബാനയിൽ നിന്ന് അനുദിനം ദിവ്യബലിക്ക് പോകുന്ന രീതികളിലേക്ക് മാറി. എനിക്ക് വേണ്ടി, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന പണം പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനുള്ള സന്മനസ്സും വിശാലതയും എൻ്റെ ജീവിതത്തിന് വന്നു. അങ്ങനെ എന്നെ തന്നെ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനൊന്ന് പുനഃക്രമീകരിക്കുമ്പോൾ അമ്മ മാതാവും ഈശോയും ജീവിത വിഷയത്തിന്മേൽ പരിഹരിക്കേണ്ട മേഖലകൾ ഓരോന്നും പരിഹാരത്തിനായി നമുക്ക് തുറന്നു തരികയാണ്. മകൾ അതാ പറയുന്നത്, ഒത്തിരി ഇടങ്ങളിൽ ജോലി അന്വേഷിച്ചു, ആരും ഒരു ജോലിയും എങ്ങൊന്നും എനിക്ക് വാക്ക് നൽകിയില്ല. കോയമ്പത്തൂരുള്ള എല്ലാ ആശുപത്രിയും ഞാൻ അന്വേഷിച്ചതാണ്,
എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അമ്മയാണ് അവളോട് പറയുന്നത്, വിശേഷബുദ്ധിയായി നീ എന്തെങ്കിലും ചെയ്. അതാണ് അവൾ പറയുന്നത്. വീടടുത്തായതുകൊണ്ട് കൂടി ഞാൻ കൃപാസനത്തിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് പത്രം മടക്കി കൊടുക്കാമെന്ന് അമ്മ മാതാവിന് വാക്കുകൊടുത്തു. ഞാൻ വന്നത് ചെയ്തുകൊണ്ടിരുന്നു. കൃപാസനത്തിൽ വന്ന് പത്രം മടക്കി കൊടുക്കുമ്പോൾ അതൊരു വിശേഷബുദ്ധിയായി മകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒപ്പം അമ്മയുടെ അരികിൽ വന്നിരുന്ന കണ്ണീരോടെ ഈ വർഷം തീരുന്നതിന് മുമ്പ്, ഈ ഡിസംബർ തീരുവാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഈ വർഷം തീരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് വഴിയൊരുക്കണം എന്നൊരു നിയോഗം കൊടുക്കുന്നുണ്ട്. അത് സമയത്തിനുമേൽ അധികാരമുള്ള മാതാവിൻ്റെ കരങ്ങളിൽ മക്കൾ വിശ്വാസത്തോടെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കറിയാം, ഉടമ്പടി സാക്ഷ്യങ്ങളിൽ അത് വളരെ പ്രകടമാണത്. സമയത്തിനുമേൽ അധികാരം അമ്മ മാതാവിനുള്ള ഉണ്ടെന്നറിയാവുന്നത് കൊണ്ട് മകൻ്റെ സമയം നേരത്തെയാക്കി കാനായിലെ ആ കുറവ് നികത്തിയ അതേ അമ്മ എൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ കുറവുകളും പരിഹരിച്ചു തരുവാൻ കെൽപ്പുള്ളവിടം അവൾ കൂടെ നിന്ന് സഹായിക്കുന്നവളുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് മക്കൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത്, സമയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ദിവസം പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഞാനിത് അമ്മയുടെ കരങ്ങളിലേക്ക് ഇത് കൊടുത്തൊരു നിയോഗമാണ്. എന്നിട്ട് 3 ഇടങ്ങൾ ഞാനിങ്ങനെ ജോലി ചെയ്യുവാൻ പറ്റുന്ന ഇടങ്ങൾ ഞാൻ പേര് ലോട്ടിടാൻ വേണ്ടി എടുത്തു വെച്ചു. അമ്മയോട് പ്രാർത്ഥിച്ചു, ഒരു കുറിയെടുത്തു. അത് കോയമ്പത്തൂരിൽ നിന്നാണ് കിട്ടിയേ. ഞാൻ വീണ്ടും അവിടെ വിളിച്ചുകൊണ്ടിരുന്നു. വിളിച്ചു 3 ഇടങ്ങളിൽ വിളിച്ചു. ഒരിടത്തു നിന്ന് റിപ്ലൈ വന്നു. അവിടെ അവർ ചെല്ലാനാ പറഞ്ഞേ, പോകാൻ പണമില്ലാത്തത് കൊണ്ട് ഞാനത് ഫോണിലൂടെ ആകാമെന്ന് പറഞ്ഞു. ഫോണിലൂടെ അവരൊന്ന് കേട്ടു. ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ, ഒരു പരീക്ഷയില്ലാതെ അമ്മ മാതാവ് എനിക്ക് കൃത്യമായിട്ട് ജോലി ഒരുക്കി തന്നുവെന്ന്. പ്രിയമുള്ളവരെ, ആരൊക്കെ അഗതികളാണോ, ആശ്രയമില്ലാത്തവരാണോ, കണ്ണീര് മാത്രമുള്ളവരാണോ, തകർച്ചയും പരാജയവും മാത്രം അനുഭവിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവരാണോ, ശിരസ്സുയർത്ത് നിൽക്കുവാനാവാത്ത വിധം മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ന്ന് ജീവിക്കുന്നവരാണോ, ആ ദുരന്ത ജീവിതങ്ങളെയെല്ലാം അമ്മ മാതാവ് ഈ ആലയത്തിലേക്ക് വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ഭാരങ്ങളും തകർച്ചകളും രോഗങ്ങളുമായി എൻ്റെ അരികിൽ വരിക. എൻ്റെ മകൻ നിങ്ങൾക്ക് വേണ്ടി എന്താണോ വേണ്ടത് അത് ചെയ്തു തന്ന് കൂടെ നിന്ന് സഹായിക്കുമെന്ന് മകൾ പറയുന്നുണ്ട്. ഈ സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണിത്. കുറച്ച് നാളേ ആയുള്ളൂ മകൾ അമ്മ മാതാവിൻ്റെ അരികിൽ ഈ ഒരു ജോലി ഈ വർഷം തീരുന്നതിന് മുമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഭാരങ്ങൾ നീക്കുവാൻ, ജീവിതത്തിനൊരു വെളിച്ചം കൊടുക്കുവാൻ അമ്മ വഴി തുറന്ന് സഹായിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമുക്കും ഇത് സാധിക്കും. സംശയമില്ലാതെ പ്രാർത്ഥന കൊടുക്കണം, സംശയമില്ലാതെ നിയോഗം കൊടുക്കുക, വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനിക്കുക. നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഉടമ്പടിയിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന അലസതകൾ, വേണ്ടെന്ന് വെക്കലുകൾ, അവ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൂടുതൽ ശരണപ്പെടുക. ആത്മീയ ജീവിതം ശുദ്ധമാകുമ്പോൾ, ദൈവസ്നേഹത്തോടുകൂടി കാരുണ്യ പ്രവൃത്തികൾ ശക്തി പ്രാപിക്കുമ്പോൾ, ഒരു മടിയുമില്ലാതെ എല്ലാവരോടും അമ്മ മാതാവിനെയും ഈശോയെയും കുറിച്ച് പറയുവാൻ നമ്മൾ നാവിന് ബലമുള്ളവരാകുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവിക തീരുമാനം അമ്മ അത്ഭുതകരമായി നടത്തിത്തരുന്നത് നമുക്ക് കാണുവാനാകും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം കിട്ടിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് സോണി. ഇതെൻ്റെ 2 മക്കൾ മേബിൾ, ആൻ. ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പൂഴിത്തോട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 12-നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ജർമ്മനിക്ക് വിസ കിട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു. 1.5 വർഷമായിട്ട് മോള് ഉടമ്പടിയിലായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കാൻ തീരെ വയ്യാത്തൊരാളായിരുന്നു. കാരണം ഒരു 3 വർഷം മുമ്പ് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതുമൂലം എനിക്ക് ഇടതുഭാഗത്ത് എൻ്റെ ഇടതുവശം മുഴുവനായിട്ടും ഞരമ്പുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഫിസിയോതെറാപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാലിന്, നടുവിന്, എൻ്റെ കഴുത്തിന്, അങ്ങനെ ഒത്തിരി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു താമരശ്ശേരിയിൽ ഉള്ള ഒരു ഷൈനി. അവളാണ് എന്നെ ഒത്തിരി ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഒത്തിരി എന്നോട് പറയുമായിരുന്നു, എപ്പോഴും ഉടമ്പടി എടുത്താൽ നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത് ഒന്ന് മാത്രമല്ലായിരുന്നു, എനിക്ക് ഉടമ്പടി എടുത്താൽ അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല, മോളുടെ കൂട്ടത്തിൽ നിന്ന് ഉടമ്പടി എടുത്തോളാം, ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്ന് മാത്രമായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയിട്ടില്ല, എല്ലാ ദിവസവും ഉടമ്പടിയിലായിരുന്നു.
അങ്ങനെ ഒരു ദിവസം മോള് നിർബന്ധിച്ചു, എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അയച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ 3 ദിവസം മുമ്പാണ് എനിക്ക് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കഴുത്തിൽ ബെൽറ്റ് ഇട്ടാൽ മതി, ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നാൾ ബെൽറ്റ് ഇടണം, എന്നാലേ കഴുത്തിൻ്റെ വേദന കുറയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബെൽറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ബെൽറ്റ് ഊരി എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ ഇവിടെ വന്ന് കയറി നിയോഗത്തിൽ ഞാൻ വെച്ചത്, ഞാൻ അപ്പോഴൊക്കെ കരയുമായിരുന്നു. കാരണം എനിക്ക് വേദനയാണ്, എനിക്ക് എൻ്റെ കഴുത്തിന് വേദന, എനിക്ക് ഇരിക്കത്തില്ല, നിൽക്കത്തില്ല, നടക്കത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ട്. ഞാൻ പള്ളിയിൽ പോയിട്ട് 3 വർഷത്തിലേറെയായിരുന്നു. മുട്ട് കുത്താൻ പറ്റിയില്ല, നടക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഞാനിവിടെ വന്ന് നിയോഗത്തിൽ പക്ഷേ ഞാൻ എൻ്റെ വേദനകളൊന്നും വെച്ചില്ല. കാരണം ഞാൻ മറന്നുപോയായിരുന്നു. വേദനയൊന്നും വെക്കാൻ ഞാൻ ഓർത്തില്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മകൾ എങ്ങനെയെങ്കിലും ജർമ്മനിക്ക് പോകണം, അവൾക്ക് അവിടെ ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അതാണ് ഞാൻ ഏറ്റവും ആദ്യം വെച്ച ഉടമ്പടി നിയോഗം. എൻ്റെ ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം, അത് പാലിക്കാൻ സാധിക്കണം എന്നാണ്. രണ്ടാമത്തെ ഉടമ്പടി എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും. എൻ്റെ വേദനകൾക്കൊന്നും ഞാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, എല്ലാം മാതാവ് കാണുന്നില്ലേ, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നത് വരെ ഞാൻ വിചാരിച്ചു ഞാൻ ഇരുന്ന വണ്ടിയുടെ ഒരു കംഫർട്ടബിൾ കൊണ്ടായിരിക്കും എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. ഞാൻ ചേച്ചിനോട് പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, ഞാൻ ഏതായാലും സുഖമായിട്ട് വീട്ടിലെത്തിയെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം മുതൽ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി പള്ളിയിൽ പോകണം എന്നുള്ളത്. ഞായറാഴ്ച മാത്രം വല്ലപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഞാൻ അന്ന് മുതൽ ഡെയിലി പോകാൻ തുടങ്ങി. അപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ വേദനകളൊന്നും ഇല്ലല്ലോ, എൻ്റെ കഴുത്തിന് വേദനയില്ല, കാലിന് വേദനയില്ല, ഞാൻ നടന്നാ പള്ളിയിൽ പോയത്, തിരിച്ച് ഞാൻ നടന്നാ വന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്ന്. അന്ന് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്ന ആ സമയം എൻ്റെ വേദനകളെല്ലാം മാതാവ് ഒരു 90%, അതായത് തീർത്തും എടുത്ത് തന്നാലും നമ്മൾ അഹങ്കാരികളായി പോകുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും, ഒരു 10% ചെറിയൊരു വേദന, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എനിക്ക് മാറ്റിത്തന്നു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാ ആഴ്ചയിലും കാരുണ്യ പ്രവർത്തികൾ, അതായത് ഭക്ഷണം കൊടുക്കാൻ പോകുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കാൻ പോകുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടെയൊക്കെ ഞാൻ എല്ലാ ദിവസവും കൊന്തയ്ക്ക് പോകും. രാവിലെ പള്ളിയിൽ പോയാലും വൈകുന്നേരം കൊന്തയ്ക്ക് പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. ബാക്കി പറയാൻ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് കൊടുക്കാം. എൻ്റെ പേര് മേബിൾ മാത്യു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞാൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി വെക്കുന്നത്. എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. വിസ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വിസ വെച്ചു. ആദ്യത്തെ വിസ റിജക്റ്റായി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഞാൻ അപ്പോൾ അമ്മയോട് കൂടെ പറഞ്ഞു, അമ്മയും കൂടെ വെക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥന തുടങ്ങി. ഞാൻ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ പുതുക്കുന്നതിന് 10 ദിവസം മുന്നേ എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. 29-ാം തീയതി ഞാൻ അവിടെ പോയി അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോയി. അവിടെ ചെന്നു. പാസ്പോർട്ടിൽ തൈലവും ഉപ്പും ഒക്കെ വിതറി ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള മെയിലോ കാര്യങ്ങളോ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. കാരണം ആദ്യത്തെ തവണ ഒരു തവണ റിജക്റ്റ് ആയത് കാരണം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കണം, എനിക്ക് വരുന്നില്ലല്ലോ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീയും പ്രാർത്ഥിക്കുമെന്ന്. അപ്പം ഡിസംബർ 2-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം വേണം, ഇത്തവണ എനിക്ക് മാതാവ് തരും, എനിക്കിതുകൊണ്ട് ജർമ്മനിക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അടയാളം തരുവാണെങ്കിൽ ഡിസംബർ 7-ാം തീയതി തന്നാൽ മതി എന്ന് പറഞ്ഞു മാതാവിനോട്. ഡിസംബർ 7-ാം തീയതി വരെ ഞങ്ങൾ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി രാവിലെ എനിക്ക് മെയിൽ വന്നിട്ട് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വർക്ക് പെർമിറ്റ് ഒക്കെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്, വർക്ക് പെർമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ എൻ്റെ കൂട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നൊരു കുട്ടിയോടെ വരുന്നുണ്ട്, ആൻമരിയ. അവൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിനക്ക് വിസ കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കാരണം തന്നെ എനിക്ക് ഡിസംബർ 7 എന്ന് പറയുന്ന ദിവസം എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടൊരു ദിവസമാണ്. അതിനുശേഷം 13-ാം തീയതി ഞങ്ങൾ പത്രം വരുത്തി. ഞങ്ങൾക്ക് കൃപാസന പത്രം ഞങ്ങൾ വരുത്തുന്നതെന്ന് പറയുമ്പം ഉടമ്പടിയിൽ എടുക്കുന്ന 3 പത്രമല്ല, അതിനും കൂടുതൽ ഞങ്ങൾ പത്രം വരുത്താറുണ്ട്. അങ്ങനെ കൃപാസന പത്രം വരുത്തി. അത് 13-ാം തീയതി അമ്മ കൊണ്ടുപോയി ഹോസ്പിറ്റലിലും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അപ്പോൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ അമ്മ അത് കൊടുത്തു. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കും. അങ്ങനെ അമ്മ കൊടുത്ത് തിരിച്ചു വന്നു. 15-ാം തീയതി ഞാൻ എൻ്റെ പത്രം കൊണ്ട് ഇറങ്ങി. പത്രം എല്ലാം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് കൊറിയർ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടിയെന്ന് പറയാൻ പറ്റില്ല.
ഒരു കിട്ടുമോ ഇല്ലയോ എന്നൊരു ടെൻഷൻ, ചെറിയതായിട്ടൊരു ടെൻഷൻ വന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പോയി മേടിക്കണം, എനിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മ തന്നെ പോയിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മ പോകുന്നത് കാരണം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, കൃപാസനപത്രം വായിച്ചു. വിസ എനിക്ക് 15-ാം തീയതി കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിസ കിട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. 16-ാം തീയതി ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതേപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഡാൻസും കരാട്ടയൊക്കെ ചെയ്യുന്ന കാരണം അവൾക്ക് ഒരു തവണ കാലിനൊരു വേദന വന്നു. എന്നതാ പറ്റിയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ആദ്യം ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരുമി കെട്ടാമെന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ച തിരുമി കെട്ടിയിട്ടും കൊച്ചിന് കാലിനൊരു വേദനയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. അപ്പം എക്സ്റേ എടുക്കാൻ പോയപ്പം പറഞ്ഞു അവളുടെ ഉപ്പൂറ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്പോട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അത് കാരണമാണ് അങ്ങനെ വരുന്നത്. അത് ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തിരുമി കെട്ടിയോണ്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 1.5 മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് കാലനക്കാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞു. അപ്പം കൊച്ചിൻ്റെ ആദ്യ കുർബാനയോട് അടുപ്പിച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് അടുപ്പിച്ച് വീട്ടിൽ 1.5 മാസം ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വാ, അപ്പം പിന്നെ സ്റ്റഡിയിൽ ലീവാണല്ലോ 2 മാസത്തേക്ക്, അപ്പം വീട്ടിലിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം അമ്മയും ഞാനും വിചാരിച്ചു ഇനി മുതൽ ടാബ്ലറ്റ് ഒന്നും മുന്നേ എടുക്കുന്നുണ്ടായിരുന്നില്ല, ഇനി എന്തായാലും കഴിക്കുന്നില്ല, ഹോസ്പിറ്റലും പോകുന്നില്ല. അന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തൈലം പുരട്ടുന്ന സമയത്ത് എൻ്റെ അനിയത്തിയുടെ കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരിക്കൽ പോലും അവൾ അങ്ങനെ ഒരു വേദനയെ പറ്റി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അവൾക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. അതേപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പറ്റുന്നവർക്കൊക്കെ പത്രം കൊടുക്കും. ഞങ്ങളുടെ ഇടവകയിലല്ല, കൂടുതലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലിലൊക്കെയാണ് കൊണ്ട് കൊടുക്കുക ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഞങ്ങൾ ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന് സ്ഥിരമായിട്ടൊരു തുക ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന രോഗികൾക്കൊക്കെ വരുന്ന സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് വരുന്ന മെസ്സേജുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ, ഒരുപാടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ കാരുണ്യ പ്രവർത്തികളിൽ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും, മുന്നേ എനിക്ക് ചൊവ്വാഴ്ചയിൽ ലൈവായിട്ട് കൂടാൻ ഭയങ്കര മടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത് കാരണം ഇപ്പം മുതൽ ഞാൻ ലൈവിൽ ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലെയായിട്ട് ഡെയിലി ലൈവിനായിട്ട് തന്നെയാണ് കൂടുന്നത്. അതിനുശേഷം ലൈവിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. ഡെയിലി ബ്രെഡ് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി രാവിലെ ഫാദർ പറയുണ്ടായി, ഇന്ന് എന്താണോ നിങ്ങൾക്ക് എന്താണോ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് 15-ാം തീയതിയാണ് വിസ കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വന്നതിന് ശേഷമുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു 1.5 വർഷത്തോളം എനിക്ക് ഒരു തരത്തിലും വിസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ പഠിപ്പ് നിർത്തിയോ, ഇനി ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനും, ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ വരും. ഒരമ്മച്ചിമാരൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗവൺമെൻറ് റോഡാണ്, ഒരു കോൺക്രീറ്റ് റോഡാണ്. അതിൻ്റെ മുന്നിൽ കൂടെ ഒരമ്മച്ചി രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ചോദിക്കും എന്നാ പോകുന്നില്ലേന്ന്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര മടിയായി. പള്ളിയിൽ പോയിട്ട് വന്നാൽ തന്നെ ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് വാഴ്ത്തലും കഴിഞ്ഞ് ഉടനെ ഇറങ്ങി വീട്ടിലോട്ട് ഓടും. എനിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് വരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളവരെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പറഞ്ഞു തന്നു നിനക്കുള്ള ടൈം ആകുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. അതേപോലെ ഞാൻ മാതാവിൽ വിശ്വസിച്ചു. എൻ്റെ ടൈം ആവുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് അതേപോലെ ടൈം ആയി. ഞാൻ പോവാണ്. ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ പോവാണ് ജർമ്മനിക്ക്. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം. അതുപോലെ ഒരു ദിവസം ഈ വിസയ്ക്ക് വെച്ചതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കണ്ടിരുന്നു. എനിക്ക് അനുഗ്രഹം തരുന്നതായിട്ടാണ്, 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹം തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുവരെ ഞാൻ മാതാവിനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. പക്ഷേ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. തൊട്ട് പിറ്റേ ദിവസം എൻ്റെ മകൾ എന്നോട് കരയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ വിസ ക്യാൻസലായിപ്പോയി എന്ന്. പക്ഷേ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം,
ഞങ്ങളുടെ യോഗ്യതയാൽ ഒരു കാര്യവും നടക്കുകയില്ല എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന്. കാരണം ഈശോയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപയോടെ മാത്രമേ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ എന്ന് അന്ന് മുതൽ എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ സ്വപ്നത്തെപ്പറ്റി മോളോട് പറഞ്ഞിട്ടില്ല, കാരണം അവൾക്കതൊരു ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് 100% ഉറപ്പായിരുന്നു അമ്മ ഒരിക്കലും കൈവിടുകയില്ല, ഈശോ വഴി അത് സാധിച്ചു തരുമെന്ന്. ഞങ്ങൾക്ക് ഈശോ വഴി മാതാവ് സാധിച്ചു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. സോണി മാത്യു എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന് കൃപാസന മാതാവ് വഴി ലഭിച്ച പ്രത്യേകമായ ദൈവിക അനുഗ്രഹങ്ങളെ ഈ തിരുവൾത്താരയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അമ്മയുടെയും ഇളയ മകളുടെയും രോഗസൗഖ്യങ്ങളെ പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്തി അതേറെ നാളായി 3 വർഷത്തോളമായി അനുഭവിച്ചിരുന്ന ക്ലേശാനുഭവങ്ങളാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ദിവസം മുതൽ മാറിയിട്ട് ഇന്ന് വരെയും യാതൊരു ക്ലേശവുമില്ലാതെ അമ്മ സാധാരണ ജീവിതം നയിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം മകൾക്കുണ്ടായ ശാരീരികമായ ക്ലേശാവസ്ഥയിലും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മറ്റ് യാതൊരു ചികിത്സയില്ലാതെ മരുന്നില്ലാതെ മകൾക്ക് ലഭിച്ച പൂർണ്ണ രോഗസൗഖ്യത്തെയും അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തി. പ്രധാനമായും സാക്ഷ്യപ്പെടുത്തിയത് മകളുടെ ജർമ്മനിയിലേക്കുള്ള പഠനവും ഒപ്പം പ്രോസസ്സ് പൂർത്തീകരിച്ച് പോകുവാനുള്ള വഴികൾ തെളിഞ്ഞതുമാണ്. ആ മകളും അമ്മയും ഒരുപോലെ പ്രത്യേകമാവിധം സൂചിപ്പിച്ചു. എത്ര കണ്ട് ഇകഴ്ത്തലുകൾ, പരിഹാസങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഈ നാളുകളിൽ ഈ അമ്മയും മകളും കേട്ടുവന്ന. അതുകൊണ്ട് കഴിവുകൊണ്ട് നേടാനാവില്ല എന്നുറപ്പിച്ചൊരു വിഷയത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അത് അനുവദിച്ച് നൽകിയതും അത്ഭുതകരമായി യാതൊരു ക്ലേശവുമില്ലാതെ അമ്മ മാതാവ് എല്ലാ വിഷയങ്ങളും ക്ലിയറാക്കി കൊടുത്തുകൊണ്ട് ഈ അടുത്ത മാസം വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ തുറന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൾ സൂചിപ്പിക്കുന്നുണ്ട്, ഡിസംബർ 7 മകൾ കണ്ടൊരു ഡേറ്റായിരുന്നു, 15 മറ്റൊരു ഡേറ്റായിരുന്നു. അങ്ങനെ ഓരോ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ സമയം ഡേറ്റ് കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ളവർ തന്നെ ഇകഴ്ത്തുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ കൂടുതൽ ഈശോയിലും അമ്മയിലും ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിലൂടെ മകൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ലോകം നമ്മളെ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചല്ല, നമ്മൾ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് നമുക്കെപ്പോഴും വിചാരമുണ്ടാവണം. ലോകം നമുക്ക് മുഴുവൻ മാർക്ക് നൽകിയാലും ദൈവസന്നിധിയിൽ നമുക്ക് മാർക്കൊന്നും നേടാനാവുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ ദുരന്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ മത്തായി 17:27 വായിക്കുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമെന്ന്. ഉടമ്പടി ജീവിതം ആത്മാവിനെ ദൈവത്തിന് വേണ്ടി ഉടമപ്പെടുത്തുന്ന ജീവിതമാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ലോകം വെച്ചു നീട്ടുന്ന സന്തോഷങ്ങളിൽ നിന്ന്, ലോകം നമ്മളെപ്പറ്റി പറയുന്ന നന്മകളിൽ നിന്ന് ഒക്കെ മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആസ്തിയുള്ളവരായി, ദൈവം കണ്ട് അനുഗ്രഹിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ജീവിതക്രമത്തിൻ്റെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത്. അതുകൊണ്ട് മരിയൻ ഉടമ്പടിയിൽ ഏതൊരു ചെറിയ കാര്യവും നമ്മൾ പൂർണ്ണമായ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി നിർവഹിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാർക്കിടുന്നത്, നമുക്ക് വേണ്ടി സമയമൊരുക്കുന്നത്, നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു തരുന്നത് അത് ഈശോയും അമ്മ മാതാവും മാത്രമായിരിക്കും. അതുകൊണ്ട് മനുഷ്യകരങ്ങളിലല്ല, ദൈവസന്നിധിയിലാണ് എൻ്റെ പ്രത്യാശയും എൻ്റെ വിശ്വാസവുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനാണ് മരിയൻ ഉടമ്പടി ജീവിതം നമ്മുടെ ഓരോരുത്തരെയും ഓരോ ദിവസവും പ്രചോദിപ്പിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്തു തന്നെയാവട്ടെ, എത്ര നാൾ പഴയതാവട്ടെ, എത്രയേറെ വേദനിക്കുന്നതാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ശരണപ്പെട്ട് നമുക്ക് കൊടുക്കാം. അനുഗ്രഹത്തിൻ്റെ വഴികൾ അമ്മ മാതാവ് ഒരുക്കും. ഈശോ നമ്മളെ സഹായിക്കും. അമ്മയുടെ കരങ്ങളിൽ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ശോഭ സൈമൺ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നലെയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോടും ഈശോനോടും ഞാൻ നന്ദി പറയുന്നു.
ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മാതാവിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ പറ്റി നല്ലതും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും അതേപോലെ തന്നെ മോശവുമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്കാണ് എൻ്റെ അമ്മ ഇവിടുത്തെ യൂട്യൂബ് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, സാക്ഷ്യങ്ങൾ നീ ഒന്ന് കേട്ടു നോക്ക്, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല, ഞാൻ അതിനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയും അനിയത്തി ഇവിടെ വന്നു. അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ അമ്മയ്ക്ക് വലിയൊരു രോഗശാന്തി ഉണ്ടായി. അനിയത്തി വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ സംസാരം അവസാനിക്കുന്ന മിക്കവാറും കൃപാസനത്തെ പറ്റി പറയുമ്പോഴായിരിക്കും. അപ്പോൾ അമ്മ കൃപാസനത്തെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അമ്മ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് പോകും. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്കിത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന് മനസ്സിലായി. അപ്പം എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്തപ്പം ആ ഉടമ്പടിയിലെ ഒരു നിയോഗം കുടുംബത്തിലുള്ള എല്ലാവരും കൃപാസനം മാതാവിൻ്റെ വിശ്വാസികളാണെന്നുള്ളായിരുന്നു അവൾ വെച്ച ഒരു നിയോഗം. അപ്പം അനിയത്തി എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി കൃപാസനത്തെ പറ്റി. ഞാനിത് കേൾക്കുമ്പം പക്ഷേ ഫോൺ വെച്ച് ഞാൻ ശ്രദ്ധിക്കാതെ ഫോൺ വെച്ചിട്ട് പോകും. അങ്ങനെ ഇവരിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യം ഞാൻ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ എനിക്കിതിനെയൊക്കെ പറ്റി കേൾക്കുമ്പോൾ അസ്വസ്ഥതകളായി തുടങ്ങി. എനിക്കിതിനെപ്പറ്റി കേൾക്കാനേ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയായി, എന്നോട് ക്ഷമിക്കണേന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇതിനെപ്പറ്റി എന്നോട് ഇനി പറയരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം, കൃപാസനത്തെ പറ്റി അമ്മ എന്നോട് പറയരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം. അമ്മ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോളൂ, പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ അനിയത്തി അന്നേരം എൻ്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്, അവളും ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൃപാസനം മാതാവിനായിട്ട് നിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അനിയത്തി ഇങ്ങനെ കൃപാസനത്തിൽ പോയി വിശ്വാസിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട, എന്നാൽ നല്ലതും മോശവുമായിട്ടുള്ള ഒന്നും വീട്ടിലിരുന്ന് പറയണ്ട, കാരണം നമുക്കൊരു അത്യാവശ്യം വന്നാൽ നമ്മളും അവിടെ പോകും, അപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം അവൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരും, വയറുവേദനയും പല്ലുവേദനയൊക്കെ വരുമ്പോൾ അവൾ പറയും, ഞാൻ ഇച്ചിരി തൈലം തൂത്ത് പ്രാർത്ഥിച്ചോട്ടെ, ഞാൻ ഇച്ചിരി ഉപ്പ് ഭക്ഷണത്തിൽ ഇച്ചിരി ഉപ്പ് കൊടുത്ത് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. ഞാൻ പറയും, ഇവളിങ്ങനെ എന്നോട് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യമായി. ഞാൻ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ വേണ്ട, എൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യുകയും ചെയ്യരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോന്, അവന് 11 വയസ്സാണ്. മൂത്ത മോൻ ഉണ്ടായപ്പോൾ തന്നെ അവൻ്റെ സ്പൈനൽ കോഡിൻ്റെ മേളിൽ ഒരു സിസ്റ്റ് ഉണ്ട്. അവന് ഫിസിക്കലി അവൻ ഓക്കെയാണ്, പക്ഷേ അവൻ്റെ കൈയും കൊണ്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്സിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അവൻ്റെ ഫൈൻ മൂവ്മെൻറ്റ്സിനെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനിങ്ങനെ കൈ വല്ലാണ്ട് സ്ട്രെച്ച് ചെയ്യുന്നത് കാണുമ്പോൾ, കൈയുടെ അസ്വസ്ഥത കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ അസ്വസ്ഥതകളൊന്നും മാറാൻ വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, കൊച്ചെന്തായാലും സുഖമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ കൃപാസന മാതാവിനെ പറ്റി അറിയില്ലായിരുന്നു. നമ്മൾ നേർച്ചകൾ നേർന്നും പ്രാർത്ഥിച്ചും കുർബാന കൂടിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തത്. അപ്പോൾ അമ്മ എന്തിനാ ഈ പ്രതിസന്ധി വരുമ്പം അല്ലെ വിഷമങ്ങൾ വരുമ്പോൾ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നത്? നമുക്ക് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ വരുന്നത്. അത് ഏറ്റെടുത്ത് അതിൻ്റെ ആ വിഷമങ്ങൾ തന്ന ഈശോ നമ്മളെ രക്ഷിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതിൻ്റെ അകത്ത് എന്തിനാ ഒരാൾ കൃപാസനത്തിൽ എന്താ ഒരു പ്രത്യേകത? കൃപാസന എല്ലാ മാതാവും ഒന്നല്ലേ? അമ്മ എന്നോട് എനിക്ക് അതിലൊട്ടും വിശ്വാസമില്ല. എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, അമ്മേ എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്, എൻ്റെ ജീവിതത്തിലെ എല്ലാം അവരാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാ ത്യാഗങ്ങളും ഞാൻ അവർക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അവരിൽ ഒരാളെ ദൈവം കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, പക്ഷേ ഞാൻ കൃപാസനത്തിൽ പോവില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരാളല്ല. എനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാൻ അപ്പം തന്നെ ഫോൺ വെച്ചത്, ഞാൻ വീട്ടിൽ വെഞ്ചരിച്ചൊരു മാതാവിൻ്റെ രൂപമുണ്ട്, മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നേ പോയി മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് മാതാവിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല,
പക്ഷേ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, മാതാവേ ക്ഷമിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തിയേക്കരുതേന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, ആദ്യം എന്നെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പേടിക്കണ്ട, മാപ്പ് പറഞ്ഞാൽ മതി, ദൈവത്തോട് കുഴപ്പമൊന്നും വരത്തില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൂടുതലായിട്ട് പക്ഷേ ഇവിടുത്തെ ഉടമ്പടി എന്താണോ, ഉടമ്പടി വസ്തുക്കൾ എന്താണോ, കൃപാസനത്തിൽ അത്ഭുതങ്ങളുണ്ടെന്നല്ലാതെ എനിക്ക് വേറൊന്നും ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ അനിയത്തിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ ഉടമ്പടി? അപ്പോൾ അനിയത്തി പറഞ്ഞു, അവൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് 6 നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഉടമ്പടി എന്താണെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ 6 നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, 7ാമതൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാതാവ് കേൾക്കത്തില്ലേ? അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 6 നിയോഗങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ഉടമ്പടീനെ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, വീട്ടിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 2 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എൻ്റെ മാതാവ് കേൾക്കത്തില്ലേ? മാതാവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് തൈലത്തിൻ്റെ, ഉപ്പിൻ്റെ, കാശുരൂപത്തിൻ്റെ ഒക്കെ എന്നെ ആവശ്യം. നമ്മൾ കൊന്ത ചൊല്ലിയ മാതാവ് പ്രാർത്ഥന കേൾക്കില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങി. അതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞത്. ഇത് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്നോർത്ത് ഞാൻ വിഷമിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോവാ. ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഞങ്ങൾ പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങി. ഞങ്ങൾ നാട്ടിലൊക്കെ പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. ഇവർ സാധാരണ ഫുൾ ടൈം കളിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ അവധി ആയതുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കും, താഴെ പോയി പാർക്കിൽ പോയി കളിക്കും, പിന്നെ ഭക്ഷണം കഴിക്കാൻ മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഉച്ചയ്ക്കത്തെ ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, പുറത്തൊന്നും പോകണ്ട. അപ്പോൾ അവർ വീട്ടിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2 പേരും കൂടെ ബാറ്റൊക്കെ എടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേ അവൻ ഇവനാണ് വയ്യാണ്ടായത്. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ പെട്ടെന്ന് അരികെ പിടിച്ച്, അപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം അവൻ ആദ്യമായിട്ടാണ് തലവേദന എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. ഞാൻ അരികെ വിളിച്ച് കിടത്തി. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നീ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് തല കറങ്ങുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ നിന്ന് മാറ്റി സോഫയിൽ കൊണ്ടേ കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇവനിങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്തോറും തലവേദന കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മോന് വയ്യ, കൂടുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സോഫയിൽ ഇരുത്തി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മരുന്ന് പാരസിറ്റാമോൾ എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ പാരസിറ്റാമോൾ എടുത്ത് വന്നപ്പം ഇവൻ ഈ തലവേദന പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവൻ്റെ മുഖമെല്ലാം കൂടെ മാറി, കണ്ണെല്ലാം കൂടെ ചുമന്ന്, കണ്ണെല്ലാം കൂടെ പുറത്തോട്ട് വന്ന് മുഖം വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അന്നേരം ഇവന് ഞാൻ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് ഇവൻ ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കുഴയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് പോലും മാറാതെ മൂത്തയാളെയും കൂട്ടി ഡോർ ലോക്ക് ചെയ്ത് ഞാൻ ഇവനെ തോളിലിട്ടേക്കുക. താഴെ വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ കുഴഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വീണ് നോക്കുമ്പോൾ ആൾ അൺകോൺഷ്യസ് ആയി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിയ വഴി മുഴുവനും ഇവൻ്റെ കണ്ണിങ്ങനെ മിഴിഞ്ഞിരിക്കുക, പുറത്തോട്ടിരിക്കുകയാണ്. ഇവൻ മിണ്ടുന്നില്ല, അവൻ പല്ലും കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇവന് ശരിക്കും ഫിറ്റ്സ് വന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, കാരണം ഇവൻ ഒരിക്കലും വന്നിട്ടുമില്ല. ആ സമയം വളരെ ഹെൽത്തി ആയിട്ടിരുന്ന കുട്ടിയാണ്, ഭയങ്കര ആരോഗ്യത്തോടെ ഇരുന്ന കുട്ടിയാണ്, പനിയില്ല, കോൾഡ് പോലും ഇല്ല. അപ്പം ഫിറ്റ്സ് എന്നുള്ളൊരു കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഞങ്ങൾ ആകെ ടെൻഷനായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ എമർജൻസി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ബോധം വന്നിട്ട് എൻ്റെ അടുത്ത് കണ്ണ് തുറന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മയും പാപ്പിയും കരയുന്നേ, പാപ്പിന്നാണ് മൂത്തയാളെ വിളിക്കുന്നത്, പാപ്പിയും കരയുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം, അമ്മ ടെൻഷൻ അടിക്കണ്ട. അന്ന് ഇതെല്ലാം നാക്കു കുഴഞ്ഞാണ് പറയുന്നത്, ക്ലീൻ ആയിട്ടല്ല പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ അടുത്ത ഫിറ്റ്സ് വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇത് ഫിറ്റ്സാണ്, ഞങ്ങൾ ഇതിൻ്റെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമുക്ക് അതിൻ്റെ റീസൺസ് ഒക്കെ നമുക്ക് CT ഒക്കെ എടുക്കണം, എന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അവനെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഡോക്ടർ ഇത് സംഭവിക്കുന്നത് വൈകുന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു 4:30 മണിയായി സമയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫിറ്റ്സ് വന്നാലേ കൊച്ചു ഉറങ്ങും, അവന് ക്ഷീണം ഉണ്ടാവും, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ എഴുന്നേക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവൻ 5 മണിയായി, 6, 7 മണിയായി, 8 മണിയായിട്ട് എഴുന്നേൽക്കുന്നില്ല, 9 മണിയായിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സിന് എന്തോ പ്രശ്നം തോന്നി. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്,
അവന് ഒരു ഇമ്മീഡിയറ്റ് കെയർ അവിടെ നിന്ന് കിട്ടും, റൂമിലാണെങ്കിൽ നമുക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ വൈറ്റൽസ് എല്ലാം നോർമലായിരുന്നു, BP അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഇവനെ ICUയിൽ കൊണ്ടുപോയി. ICUയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ശനിയാഴ്ചയാണ് അഡ്മിറ്റ് ആകുന്നത്. ശനിയാഴ്ച വൈകിട്ട് തിങ്കളാഴ്ച CT എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കാരണം നാളെ സൺഡേ ആണ്, നാളെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എഴുന്നേക്കാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അന്ന് രാത്രി തന്നെ CT എടുത്തു. ശരിക്കും കൊച്ചു കോമയിലായിപ്പോയതായിരുന്നു. അവർക്കും ഡോക്ടേഴ്സിന് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവർ CT എടുത്തു. CT എടുത്തപ്പോൾ നോർമലാണ്. ബാക്കി ബ്ലഡ് ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്ന എല്ലാം ക്ലീനാണ്. അപ്പം ഇവർക്ക് എന്താണെന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു സമയം വേണം, എന്ത് സംഭവിക്കാം, എന്താണേലും ഒരു 48 hours കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം അവന് എന്താണെന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടീഷൻ മോശമാവും, ചിലപ്പോൾ അവൻ ബെറ്റർ ആയി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച ഇവൻ ICUയിൽ. അപ്പം ശനിയാഴ്ച തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും രാത്രി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പം വന്നതേ അനീത്തി എൻ്റെ അടുത്ത് ഉടമ്പടി പ്രാർത്ഥന പുസ്തകവും ഉടമ്പടിയുടെ തൈലമല്ല കാശുരൂപവും പുസ്തകവും പത്രവും തന്നിട്ട് പറഞ്ഞു, നീ ഇത് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എടി എനിക്ക് ഇത്ര വിശ്വാസം ഇല്ലാത്തതല്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ അല്ല ഉടമ്പടി എടുത്ത് നീ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പം അവർ പെർമിഷൻ ചോദിച്ചിട്ട് എനിക്കോ ഹസ്ബൻഡിനോ ICUയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവൾ പെർമിഷൻ ചോദിച്ച് ഉള്ളിൽ കയറി തൈലവും തൂത്തു, ബുക്കും കാശുരൂപവും കൊച്ചുറങ്ങുന്നതിൻ്റെ പില്ലോട് അടി വെച്ചു. എന്നിട്ട് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരിക്കലും അത് നഷ്ടപ്പെടാതെ നോക്കിക്കോണം, ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ടും ഞാൻ അങ്ങനെ അന്നേരം വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഫുള്ളായി തകർന്നുപോയി, ഞാൻ ഹസ്ബൻഡും ഒക്കെ തകർന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. അവൾ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു, കൊച്ചിന് മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞായറാഴ്ച വെളുപ്പിനായി, കൊച്ചിങ്ങനെ തന്നെ കോമ്പയിൽ തന്നെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു 10 മണിയായപ്പോഴത്തേക്ക് പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക. പനി തുടങ്ങി അവർ മരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഇവന് വീണ്ടും ഫിറ്റ്സും ഛർദി എല്ലാം കൂടെ വന്നു. അപ്പോൾ ഡോക്ടേഴ്സിനും ടെൻസ്ഡായി. അവർ പറഞ്ഞു, ഇനി 48 hours കഴിഞ്ഞിട്ടേ നമുക്ക് കൊച്ചിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം ഇവൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ ഇങ്ങനെ വീണ്ടും ഫിറ്റ്സ് വരുന്നതുകൊണ്ട് ഇവന് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഇവൻ്റെ BP ഒക്കെ താഴും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം അവന് വെന്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എന്താ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവൻ ഇതിൻ്റെ അകത്തുനിന്ന് റിക്കവറായി വരും, ചിലപ്പോൾ ഇവൻ്റെ സ്ഥിതി മോശമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ഞാൻ കയറി നോക്കുമ്പോൾ ഇവൻ്റെ മേത്ത് കൂടെ ഫുള്ളി ട്യൂബുകളാണ്, വയറുകളും ട്യൂബുകളും, മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്നു, മേത്ത് ഫുള്ള് ഓരോരോ ഇത്. എനിക്കിവനെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ റൂമിൽ ICUയിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ICUയിൽ കയറുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരു ഭയങ്കര വിഷമം. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ചേട്ടൻ ഇരിക്കണം, എനിക്ക് പറ്റുന്നില്ല ഇരിക്കാമെന്ന്. ഞാൻ ഇടയ്ക്ക് പോവും, എനിക്ക് ശ്വാസം മുട്ടും, ഞാൻ തിരിച്ചിറങ്ങി വരും, പുറത്തിരുന്ന് കരയും. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് തീരെ തലവേദന, എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം കൊച്ചിൻ്റെ അടുത്തിരിക്കുക, ഞാനൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കൊച്ചിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് അനീത്തി പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കാശുരൂപവും പ്രാർത്ഥന പുസ്തകവും കളഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാനിത് എന്തെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പില്ലോയുടെ അടിയിൽ ഇതിരിപ്പുണ്ട്. ഞാൻ വെറുതെ, വിശ്വാസമൊന്നുമില്ല, ഞാൻ വെറുതെ ആ കാശുരൂപം തൊട്ട് കൊച്ചിനെ ഒന്ന് മുത്തിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കിതുപോലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരും. അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഒരു കസേര ഇട്ടിരുന്നിട്ട് ഈ പ്രാർത്ഥന പുസ്തകം എടുത്തു. ആദ്യം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ അകത്ത് എഴുതിയത് എന്താണെന്നും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ ചുമ്മാതിരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതെനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല, അതും പ്രാർത്ഥിച്ചു. അതിൻ്റെ അകത്ത് നിയോഗം സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും, കൊച്ചിന് മാറ്റമൊന്നുമില്ല, കൊച്ചു അങ്ങനെ തന്നെ കിടക്കുക. അങ്ങനെ വീണ്ടും ഞാൻ പുറത്തു വന്നു. വീണ്ടും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്ത് വന്നപ്പോൾ പത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം ഞാൻ ചുമ്മാതെ എങ്ങനെയോ അത് കയ്യിലെടുത്ത് ഞാനത് വായിക്കാൻ തുടങ്ങി. അത് വായിച്ചു, അതവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയി കാണും. ഹസ്ബൻഡ് എൻ്റെ അടുത്ത്, കുറച്ച് നേരം ഹസ്ബൻഡായിരുന്നു ഇരുന്നത്. അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ കണ്ണ് തുറന്ന് നോക്കി എന്ന് പറഞ്ഞു. എന്നെ കണ്ണ് തുറന്ന് നോക്കി, മിണ്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ കണ്ണ് തുറന്നിട്ട് എന്നെ ചിരിച്ച് കാണിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ പറ്റിച്ചതാന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ പറയുന്ന ഒന്നും വ്യക്തമല്ല നമുക്ക്. എല്ലാം നാക്കു കുഴഞ്ഞ് ഓരോരോ വാക്കുകളായിട്ടാണ് അവൻ പറയുന്നത്. അവന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല.
അപ്പോൾ ഡോക്ടേഴ്സിന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം വന്നു, മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് സംശയം വന്നു. അപ്പം അവർ ഞായറാഴ്ച തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് ഫ്ലൂയിഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച വെളുപ്പിനെയാണ് ഇവൻ ബോധം തെളിയുന്നത്. ബോധം തെളിഞ്ഞ് ഇവനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഭക്ഷണത്തിന് കരയാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ആ ഉടമ്പടി പുസ്തകവും പ്രാർത്ഥന പുസ്തകം എടുത്തു, സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം വായിച്ചു. പത്രം എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇവൻ്റെ അന്നേരമാണ് പിന്നെ ബോധം തെളിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ ഉള്ളിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി. അപ്പം എൻ്റെ അനിയത്തി സാക്ഷ്യങ്ങളുടെ ലിങ്കും ഇവിടെയുള്ള ട്യൂസ്ഡേ ഉള്ള ഓൺലൈൻ ആരാധനയുടെ ലിങ്കും ഒക്കെ അയച്ചിട്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു ICUവിൽ ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോന്നു. അപ്പോൾ ഇവൻ ബോധം തെളിഞ്ഞു. ഇവനെ അന്ന് കൊണ്ട് MRI ചെയ്തു. MRI ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ അത് ഡയഗ്നോസിസ് വന്നത് ചെറുതായിട്ട് സെറിബ്രത്തിലൊരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് വന്നു, കണ്ടുപിടിച്ചു. അപ്പം ഡോക്ടേഴ്സ് അതിനുള്ള മെഡിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അപ്പോഴത്തേക്ക് എനിക്ക് പതിയെ വിശ്വാസം വന്നു തുടങ്ങി. എനിക്കൊരു ആശ്വാസം, വിശ്വാസത്തെക്കാളും കൂടുതൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി തുടങ്ങി. അപ്പം അവിടെ ഇരുന്ന് ഈ സാക്ഷ്യത്തിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൊച്ചുറങ്ങിയ സമയത്തിന് ഞാൻ സൗണ്ട് കുറച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യം ഒരു അമ്മയും മക്കളും കൂടെ വെക്കേഷന് ലീവിന് വീട്ടിൽ വന്നപ്പം കുഞ്ഞിൻ്റെ തലയിൽ തെങ്ങ് വീണ് കൊച്ച് ആകെ അബോധാവസ്ഥയിലായി. അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു കുഞ്ഞിൻ്റെ സാക്ഷിയാണ് ഞാൻ കേട്ടത് അവിടെ ഇരുന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, എൻ്റെ മകനെ എനിക്ക് പഴയ അവസ്ഥയിൽ തരണേ, ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് എനിക്ക് തിരിച്ചു തന്നേക്കണേ. എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ബ്രെയിനിന് വന്നതായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, എനിക്ക് പഴയ എൻ്റെ കുഞ്ഞാക്കി, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് പഴയ കുഞ്ഞാക്കി എൻ്റെ മകനെ തിരിച്ചു തന്നേക്കണേന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. അങ്ങനെ ഇവൻ്റെ MRI കഴിഞ്ഞു. ട്യൂസ്ഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ആദ്യം ഭക്ഷണം ട്യൂബിൽ കൂടെ ആയിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ വെള്ളം ചോദിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ മസിൽസൊക്കെ വീക്കാണ്, അപ്പം ട്യൂബിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കാശുരൂപം എടുത്ത് ഞാൻ അവൻ്റെ നെറ്റിയെ കുരിശ് വരച്ചിട്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ കൊടുത്തു. ആദ്യം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇവനെ ചുമയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കണ്ട, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചു കൊച്ചിനെ കൊടുത്തു, സ്പൂണിൽ വെള്ളം കൊടുത്തു. അപ്പം ഇവന് പിന്നെ ചുമച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓരോ നേരം ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴിങ്ങനെ നെറ്റിയിൽ കാശുരൂപം വെച്ച് കുരിശ് വരച്ചിട്ട് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവന് കാപ്പി കൊടുത്തു. അത് കഴിഞ്ഞ് ഓട്സ്, അങ്ങനെ ഓരോന്നോ പതുക്കെ അവന് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബ് മാറ്റണ്ട, ട്യൂബ് അവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും വിൽക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ്സിലോട്ട് പോകും, പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ ട്യൂബ് അവിടെ ഇരുന്നോട്ടെ, സോളിഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഭക്ഷണം നമുക്ക് ട്യൂബിലൂടെ കൊടുക്കാം, ഇങ്ങനെ വെള്ളവും അങ്ങനെയൊക്കെ വായിലൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ അവനത് അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ അവൻ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇടണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ലിക്വിഡ് മാത്രം മുത്താറി കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുത്തു, ഓട്സ് കൊടുത്തു. അങ്ങനെ ഇവന് ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു പതുക്കെ സോളിഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനൊരു ഇഡ്ഡലി കൊടുത്ത് അവനത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ട്യൂസ്ഡേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവൻ്റെ കഴുത്ത് നേരെ നിൽക്കില്ല, അവന് സംസാരിക്കാൻ പറ്റില്ല, ഇവന് കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല, ഇവന് എഴുന്നേറ്റ് നിൽക്കാനോ യൂറിനൊക്കെ അവൻ കിടക്കുന്നിടത്തുനിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനിങ്ങനെ പാരലൈസ്ഡ് ആയ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ട്യൂസ്ഡേ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് റൂമിൽ കൊച്ചിൻ്റെ അടുത്തിരുന്ന് ആരുമില്ല, ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഫോണിൽ എന്തോ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പം എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിലോ എൻ്റെ ഫോണിൻ്റെ ഒരു ഇതിലും കൃപാസനത്തിൻ്റെ ഒരു കാര്യങ്ങളും ഇല്ല. സാക്ഷ്യം ആ തലേദിവസം ഇരുന്ന് കേട്ട സാക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ധ്യാനത്തിൻ്റെ ഒന്നുമില്ല. അപ്പം ഏതോ ഒരു ചൊവ്വാഴ്ച ഇവിടെ നടന്ന ധ്യാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ആ ധ്യാനം കൂടാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് രോഗസൗഖ്യ പ്രാർത്ഥനകളെല്ലാം കൂടി ആ ധ്യാനം എനിക്ക് പക്ഷേ പ്രസംഗം രോഗസൗഖ്യ പ്രാർത്ഥന ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. അപ്പം ഞാനത് കട്ട് ചെയ്തു. അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഇരുന്ന് കരഞ്ഞ് അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
അപ്പം അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ICUവിലായിരുന്നപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നെന്ന്. ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ആ ചേച്ചി പറയുന്നുണ്ട്, ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, കൊച്ചിൻ്റെ ICUവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനും അതുപോലെ കൊച്ച് ICUവിലായിരുന്നപ്പം ഒരു ബുക്ക് എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും പിന്നെ സങ്കീർത്തനം 91 അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അരികെ ഇരുന്ന് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബിലെ ഈ ധ്യാനം കേട്ടു. അത് കഴിഞ്ഞ് ഓരോ ദിവസവും അവൻ ഇമ്പ്രൂവ് ആയി തുടങ്ങി. പതുക്കെ കഴുത്ത് ബെറ്ററായി തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഒരു ദിവസം വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഈ ശനിയാഴ്ച വീട്ടിൽ ഡിസ്ചാർജ് ചെയ്യാം. ഒരു 3 മാസമെങ്കിലും സ്റ്റിറോയിഡ് എടുക്കേണ്ടി വരും മിനിമം, എന്നാൽ ഇവൻ നേരെ ആവത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഫുൾ റിക്കവേർഡ് ആവുമോ ഡോക്ടർ? അപ്പോൾ പറഞ്ഞു, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. 80% ഓക്കെ ആവും, 20% നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടാവും, ബ്രെയിനിന് വന്നതല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ല, ഡോക്ടേഴ്സും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ സമയം കൊണ്ട് ഉടമ്പടി പത്രം വായിച്ചു, പിന്നെ പ്രാർത്ഥന പുസ്തകം വായിച്ചു, കാശുരൂപ ഉപയോഗിച്ചു. തൈലം മാത്രം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത് അവനെ എടുത്തോണ്ടാണ്. അവനെ തോളിലിട്ട് അവന് നേരെ നിൽക്കാനൊന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതേ അവസ്ഥ തന്നെ, കഴുത്ത് നേരെ നിൽക്കത്തില്ല. അപ്പം ഹസ്ബൻഡിൻ്റെ അനിയൻ ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുകയല്ല അവനെ എന്ന് പറഞ്ഞ് അവനെ തോളിലിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴും കൊച്ചു ബെഡിൽ തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, മിനിമം 1 മാസം എടുക്കും അവന് റിക്കവറായി വരാൻ, അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ 1 മാസം എടുക്കും, അതിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ വിഷമിച്ച് ഓരോ ദിവസങ്ങളും തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഓരോ ദിവസവും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അവൻ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. വീട്ടിൽ വന്നു പിറ്റേ ദിവസം അവൻ കഴുത്ത് നേരെ വെക്കാൻ തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം അവൻ ബെഡിൽ നിന്ന് തനിയെ എഴുന്നേറ്റിരിക്കാൻ, ഞങ്ങളുടെ ചെറിയൊരു സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ തനിയെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ എഴുന്നേറ്റ് നിന്ന് നോക്കി, പിന്നെ നടന്നു. അപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസവും പ്രതിഷേധന പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്ന, അമ്മ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഉടമ്പടി എടുക്കുന്നവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ആദ്യത്തെ റിവ്യൂ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം അന്നേരം മാതാവ് എൻ്റെ കുഞ്ഞിനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് അതിൻ്റെ തലേ ദിവസം തന്നെ അവൻ നടന്നു തുടങ്ങി. അവനെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്, ചിലപ്പം കുറച്ചങ്ങ് നടക്കുമ്പോഴത്തേ അവൻ വീഴും, എങ്കിലും പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ മറിച്ച് അവൻ്റെ ഷൂസൊക്കെ ഇടിച്ച് ഞങ്ങൾ 2 കൈ പിടിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായി. ഡോക്ടർ ഭയങ്കര ഹാപ്പിയായി, ഇത്ര പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇത്രയും ആൾ റിക്കവർ ആയെന്ന് ചോദിച്ചു. എങ്കിലും അവൻ്റെ കൈയൊന്നും പ്രോപ്പറായിട്ടില്ലായിരുന്നു. പിന്നെ അമ്മ എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ തൈലം തൂക്കുമായിരുന്നു. ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന, ഇവിടുത്തെ ആരാധന കൂടി. അങ്ങനെ ഇപ്പം ഇന്ന് ജൂൺ 4-ാം തീയതി എൻ്റെ കോമയിലായി കിടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. ഒരു മിറാക്കുലസ് റിക്കവറിയാണ്. ഞാൻ വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലവും കാശുരൂപവും സാക്ഷ്യങ്ങൾ എഴുതിയ പത്രവും ഓൺലൈൻ സാക്ഷി, അങ്ങനെ ഞാൻ എന്തൊക്കെ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ വെറുത്തിരുന്നോ അതെല്ലാം ഞാൻ വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാണ്, ആ വയ്യാതായ കുഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. 3 മാസം എന്ന് പറഞ്ഞ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ മാസം 23 ആകുമ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ മാസം 23 കൂടി അവൻ്റെ മെഡിക്കേഷൻസ് എല്ലാം കഴിയും. അവനെ അടുത്ത മാസം തൊട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ വിടാം. ഈ ഒരു വർഷം ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല എന്നൊക്കെ പ്ലാൻ ചെയ്തു, കാരണം ഇവൻ എന്ന് റിക്കവർ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഡോക്ടർ ഇവനെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഞങ്ങൾക്ക് സജഷൻസ്, ഞങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സൊക്കെ കാണിച്ചു തന്ന ഡോക്ടർ ഇവനെ പിറ്റേ ആഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇവൻ ഇത്രയും റിക്കവർ ആയോ, ഇനിയിപ്പോൾ ഇവന് ഇതിൻ്റെ ഫിസിയോതെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല. ഇവൻ ഒന്നും ഞങ്ങൾ ചെയ്യിച്ചില്ല, ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യിച്ചില്ല. ഇവൻ ഞാൻ എന്തൊക്കെ എനിക്ക് അവിശ്വാസം ഉണ്ടായിരുന്നോ ആ പരിപൂർണ വിശ്വാസത്തിലോട്ട് വന്നത് എൻ്റെ കുഞ്ഞു സുഖമായി. ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ. എൻ്റെ വയ്യാണ്ടായ കുഞ്ഞാണ് നിൽക്കുന്നത്.
അപ്പം ഞാൻ അന്ന് ശനിയാഴ്ച അഡ്മിറ്റ് ചെയ്തപ്പം ഞാൻ മാതാവിനോട് നേർച്ച നേർന്നായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, എനിക്ക് ഇത്രയും വിശ്വാസം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാം. ഞാൻ അതെല്ലാം ആളുകളുടെ മുമ്പിൽ ഇവിടെ വന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിനോട് നേർച്ച നേർന്നായിരുന്നു. ആ ഒരു നേർച്ച മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അപ്പം പിന്നീട് എല്ലാ ആളുകളും പറഞ്ഞു, ഇവനിതെന്താണ് ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ സെറിബ്രത്തിൽ വരാൻ കാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിച്ചു. അതിനൊരു പ്രോപ്പർ റീസൺ പറയുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെയും പോകണ്ട, അവൻ അത് വരാനുള്ള റീസൺ ഞാനാണ്, എന്നെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെ വന്നു. കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി യാത്ര ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു. ഇന്നലെ ഞാൻ ഉടമ്പടി എടുത്തു. ഇന്ന് ഞങ്ങൾ തിരിച്ചു ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പം എൻ്റെ കുഞ്ഞിനെ പഴയ ആരോഗ്യത്തിലോട്ടാക്കി തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. 1000 നന്ദി ദൈവത്തിന് അർപ്പിക്കുന്നു. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനമാണ്. തൻ്റെ മോനുണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ശോഭ സൈമൺ എന്ന മകൾ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ചത്. നാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മകന് ബ്രെയിനിൽ ഒരു ഇൻഫ്ലമേഷൻ അതെങ്ങനെ ഉണ്ടായി എന്നൊന്നും ആർക്കും ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണങ്ങളും അറിയില്ല. അങ്ങനെ കോമ സ്റ്റേജിലൊക്കെ ആയ മകനാണ് ഇപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ നടയിൽ ആ കുഞ്ഞിനെയും കൊണ്ടുവന്നാണ് സാക്ഷ്യം പറയുക. എങ്ങനെ പരിശുദ്ധ അമ്മ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ, അതായത് അവരാര് തന്നെയായാലും അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്നതിന് അമ്മ എങ്ങനെ തിരുക്കുമാരൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്നു, എങ്ങനെയാണ് അവരുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നത്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് തിരുവചനം പറഞ്ഞതുപോലെ തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് കരുതലും കാവലുമാകുന്ന നല്ല തമ്പുരാൻ്റെ ശക്തിയുള്ള കരങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെ ഈ കുഞ്ഞ് 3 മാസം സ്റ്റീറോയിഡ് എടുക്കണമെന്ന് പറഞ്ഞ കുഞ്ഞാണ്, എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ മാസം തന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 80% റിക്കവറി പറഞ്ഞിരുന്നത്. എന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നെ എങ്ങനെ ആ കുഞ്ഞ് സ്റ്റേബിളായി പിന്നീട് നടന്ന് ഹോസ്പിറ്റലിൽ പോയി, ഇതെല്ലാം നാം കേട്ടതാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ